അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഗുഡ് മോർണിംഗ് ഓൾ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു 30 ഇയേഴ്സ് മുന്നേ ബില്യനേഴ്സും മില്യനേഴ്സും ആയ ആളുകൾ എത്രത്തോളം ലക്ഷറി ലൈഫാണോ നടത്തിയിരുന്നത്, അതിനേക്കാളും ലക്ഷറി ആയിട്ടുള്ള ലൈഫാണ് നിങ്ങൾ നടത്തുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അതിനെ നിരാകരിക്കാൻ പറ്റില്ല. കാരണം ഒരു 30 ഇയേഴ്സ് മുന്നേ അന്നത്തെ ഇപ്പോൾ ബില്യണറായിട്ടുള്ള അംബാനി വിചാരിക്കുകയാണ്, എനിക്ക് മോസ്റ്റ് കമ്പ്യൂട്ടിംഗ് പവറുള്ള ഒരു സിസ്റ്റം വേണം, അല്ലെങ്കിൽ HD ക്വാളിറ്റിയിൽ US നടക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് എനിക്ക് കാണണം. ഇറ്റ്സ് നോട്ട് പോസിബിൾ. എത്ര പൈസ കൊടുത്തിട്ടും കാര്യമില്ല. അല്ലെങ്കിൽ അന്നത്തെ അൾട്രാ റിച്ച് ആയ ആളുകൾ പേ ചെയ്തിട്ട് വാങ്ങിയിരുന്ന ഏറ്റവും കമ്പ്യൂട്ടിംഗ് പവറുള്ള സാധനം നമുക്ക് ഇന്ന് ഈസി ആയിട്ട് 5,000-ഉം 6,000-ഉം കൊടുത്താൽ നമ്മളെ കൈകളിലോട്ട് എടുത്തതാണ്. ഇങ്ങനെയൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്നത് ടെക്നോളജിയിലുള്ള അഡ്വാൻസ്മെൻറ്റ്സ് ആണ്. 2000 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 1998 ഇന്ത്യയിലൊക്കെ മൊബൈൽ ഫോൺ വന്ന സമയത്ത് ഒരു ഇൻകമിങ് കോള് നമ്മളെ ഫോണിലോട്ട് വന്ന സമയത്ത് 15-20 രൂപ ഓരോ മിനിറ്റിനും നമ്മൾ ഇൻകമിങ് റോമിംഗ് ചാർജ് ആയിട്ട് കൊടുക്കണമായിരുന്നു. അതായത് ഇൻകമിങ് കോൾ വരുന്നതിന് നമ്മൾ ഓരോ മിനിറ്റിനും കൊടുക്കണമായിരുന്നു. വിളിക്കുന്ന ആളും കൊടുക്കണം 20 റുപ്പീസ്, എടുക്കുന്ന ആളും കൊടുക്കണം 20 റുപ്പീസ്. അത്രയും കോസ്റ്റുള്ള സാധനം ഇന്ന് നമുക്കറിയാം എത്രത്തോളമാണ്. ഒരു ദിവസം നമ്മൾ മണിക്കൂറുകൾ കോൾ ചെയ്താലും നമുക്ക് എത്രത്തോളമാണ് ക്യാഷ് വരിക എന്നുള്ളത്. ലെസ് ദാൻ 10 റുപ്പീസേ നമുക്ക് ഒരു പെർ ഡേ നമുക്ക് മണിക്കൂറുകൾ കോൾ ചെയ്യാനാവണുള്ളൂ. അപ്പോൾ ടെക്നോളജിയിൽ വരുന്ന അഡ്വാൻസ്മെൻറ്റ്സ് ആണ് ആളുകൾക്ക് അഫോർഡബിലിറ്റി ഇത് നൽകുന്നത്. ഇത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കൊണ്ടുതന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ലേറ്റ് 18th സെഞ്ചുറിയിലാണ് ആദ്യമായിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുന്നത്. ഇൻഡസ്ട്രി 1.0 എന്നാണ് അതിനെ പറയുന്നത്. അതിനു മുന്നേ ആളുകൾ സമുദ്രത്തിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പുഴ തീരങ്ങളിലൊക്കെ കൃഷി ചെയ്തിട്ടായിരുന്നു ആളുകൾ ജീവിച്ചുകൊണ്ടിരുന്നത്. സ്റ്റീം എഞ്ചിൻ കണ്ടെത്തിയതോട് കൂടിയിട്ടാണ് ഒരു ഫാക്ടറി അല്ലെങ്കിൽ മാസ്സായിട്ട് കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് മനസ്സിലാക്കിയിട്ട് ആളുകൾ സിറ്റികളിലൊക്കെ മാറി തുടങ്ങിയത്. അതിനുശേഷം ഒരു ലേറ്റ് 19th സെഞ്ചുറി ആയ സമയത്ത് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു. അത് സമയത്ത് അതുപോലെ തന്നെ മെഷീൻസിൻ്റെ വരവോട് കൂടിയിട്ട് ട്രെയിൻസും കാറും ജീപ്പുകളൊക്കെ വന്നിട്ട് ട്രാൻസ്പോർട്ടേഷനും ഈസിയറായി. അതിനുശേഷം വന്നതാണ് നമ്മുടെ ഒരു ലൈഫിനൊക്കെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ലാസ്റ്റ് സെഞ്ചുറിയിൽ വന്ന 20th സെഞ്ചുറിയിൽ വന്ന 1970s ഇൻവെൻറ്റ് ചെയ്ത ട്രാൻസിസ്റ്റേഴ്സ്, ഇലക്ട്രോണിക് ഡിവൈസസ്. അത് കമ്പ്യൂട്ടേഴ്സായി, മൊബൈൽ ഫോൺസായി, ഇൻ്റർനെറ്റിലോട്ട് പരിണമിച്ചു, ക്ലൗഡ് കമ്പ്യൂട്ടറിലോട്ട് എത്തി, AI എത്തി, ഇനി നെക്സ്റ്റ് ജനറേഷനിലോട്ട് പോകാനിരിക്കുന്നു. ഈ ഒരു ചേഞ്ചസ് വന്നത് ഈ ലാസ്റ്റ് സെഞ്ചുറിയിൽ വന്ന ഓരോ ഇൻവെൻഷൻസാണ്. എയ്റോപ്ലെയിന്, ഓട്ടോമൊബൈല്, കമ്പ്യൂട്ടേഴ്സ്, ഇൻ്റർനെറ്റ്. ഇതൊക്കെ ഒരു ആളുകളുടെ ഇടയിലിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ, അതായത് ഫസ്റ്റ് 50 മില്യൺ യൂസേഴ്സിനെ കിട്ടാൻ എത്ര ഇയേഴ്സ് എടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അത് എയർക്രാഫ്റ്റ് 50 മില്യൺ യൂസേഴ്സ് യൂസ് ചെയ്യാൻ 64 ഇയേഴ്സ് എടുത്തു. അതുപോലെ തന്നെ കാർ വന്ന സമയത്ത്, ഓട്ടോമൊബൈൽ വന്ന സമയത്ത് അറൗണ്ട് 60 ഇയേഴ്സ് അതെടുത്തു. താഴത്തോട്ട് വരുന്ന സമയത്ത് ടെലിഫോൺ 50 ഇയേഴ്സ് എടുത്തു ആളുകളുടെ ഇടയിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ. അതായത് ഇത്രയും ആളുകൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണെങ്കിലും അത് ആളുകൾക്ക് ഇടയിൽ എത്താൻ ഇത്രയും സമയം എടുക്കുമായിരുന്നു. അത് നമുക്ക് അതിനുശേഷം നമ്മുടെയൊക്കെ ലൈഫിൽ കണ്ട ഒരു വലിയൊരു ചേഞ്ചാണ് കമ്പ്യൂട്ടർ. അറൗണ്ട് 15 ഇയേഴ്സ് എടുത്തു ആളുകളുടെ ഇടയിലായിട്ട് കമ്പ്യൂട്ടർ ഇറങ്ങിച്ചേനെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ഗ്രാഫ് നമ്മൾ താഴത്തോട്ട് വരുന്നതിന് പുതിയ ടെക്നോളജി വരുമ്പോൾ ChatGPT വന്ന സമയത്ത് ലെസ് ദാൻ 2 months എടുത്തിട്ടുള്ളൂ അത് 100 മില്യൺ യൂസേഴ്സിലോട്ട് അതെത്താൻ. ഇനി വരുന്ന ടെക്നോളജി അത്രയും സമയം പോലും എടുക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയും, ഈ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുന്ന സമയത്ത് ബേസിക്കലി പ്രധാനമായിട്ട് 2 കാര്യമാണ്. ഒന്ന് നമുക്ക് അഡ്വാൻറ്റേജും തരുന്നുണ്ട്, ഒന്ന് നമുക്കൊരു കൺസേണുമാണ്. എന്താണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ Amazon.com അറൗണ്ട് 1995 കാലഘട്ടത്തിൽ ജെഫ് ബെസോസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇൻ്റർനെറ്റ് ജസ്റ്റ് ആളുകളുടെ ഇടയിലോട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആളുകൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടാണ് കൂടുതൽ ആളുകളും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. പക്ഷേ ഏർലി ആയിട്ട് 1995 കാലഘട്ടത്തിൽ തന്നെ ആമസോൺ ജെഫ് ബെസോസ് ഇൻവെൻറ്റ് ചെയ്തു. ഒരു 2010 കാലഘട്ടമായപ്പോഴേക്കാണ് അതിൻ്റെ പീക്കിലോട്ട് എത്തിയത്. അപ്പോൾ ആളുകളുടെ പെനിട്രേറ്റ് ചെയ്യാൻ അത്രയും സമയം എടുത്തിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ChatGPT ആണെങ്കിലും പുതിയതായിട്ട് വരുന്ന സാധനങ്ങളൊക്കെ വിത്തിൻ ഡേയ്സ് ഓർ വിത്തിൻ മന്ത്സ് ആളുകളുടെ ഇടയിലോട്ട് പെനിട്രേറ്റ് ചെയ്യുകയാണ്.
അപ്പോൾ നമ്മളൊരു പുതുതായിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആളുകളിലോട്ട് ഇറങ്ങാനുള്ള മാർക്കറ്റ് ഈസ് വെരി വെരി ഈസിലി ആക്സസിബിൾ ആണ്. ആ കാര്യമാണ് ആദ്യമായിട്ട് നോട്ട് ചെയ്യുന്നത്. അത് നമുക്ക് കിട്ടുന്ന വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പണ്ട് കാലത്ത് ഇൻ്റർനെറ്റ് വരുന്ന സമയത്ത് ആമസോൺ ഉണ്ടാക്കിയ സമയത്താണെങ്കിലും കമ്പ്യൂട്ടറൈസിൻ്റെ കാര്യമാണെങ്കിൽ 1980s കാലഘട്ടത്തിൽ ഇൻ്റൽ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കി, മൈക്രോസോഫ്റ്റ് അതിനുള്ള OS ഉണ്ടാക്കി. പക്ഷേ ഇതൊക്കെ ഇവരുണ്ടാക്കിയിട്ട് ആളുകൾ കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. നമ്മളൊരു പുതിയ പ്രൊഡക്റ്റുമായിട്ട് മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് എൻറ്റയർ വേൾഡ് നമുക്ക് മാർക്കറ്റായിട്ട് കിട്ടുകയാണ്. അതാണ് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി. ഇതിൻ്റെ ത്രെട്ട് എന്ന് പറയുന്നത് നമ്മളിത് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ ഇപ്പോൾ കമ്പ്യൂട്ടർ വരുന്ന സമയത്ത് നമുക്കൊരു ഡെക്കേഡ്സ് ഉണ്ടായിരുന്നു, 20-30 ഇയേഴ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 10-20 ഇയേഴ്സ് ഉണ്ടായിരുന്നു അത് നമ്മുടെ ഇടയ്ക്ക് പെനിട്രേറ്റ് ചെയ്ത് വരാൻ. സോ വി ഹാവ് ടൈം ടു തിങ്ക് ആൻഡ് ചേഞ്ച് അവർ ലൈഫ് സ്റ്റൈൽ ഓർ വേർ വി വർക്ക്. നമ്മൾ പഠിക്കുന്നതായാലും വർക്ക് ചെയ്യുന്നിടത്തും അവിടെ ചേഞ്ച് ചെയ്യാനും ഒരുപാട് സമയം കിട്ടുമായിരുന്നു നമുക്ക്. 10-20 വർഷം എന്ന് പറഞ്ഞാൽ ഒരാളെ കരിയറിലെ വലിയൊരു സമയം തന്നെയാണ്. ഒരാൾ 30 ഇയേഴ്സ് ആണ് മേ ബി വർക്ക് ചെയ്യുക. അപ്പോൾ 10+ ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ടൈമായിരുന്നു. നമുക്ക് ഒരുപാട് ആലോചിച്ചിരുന്ന് മാറാൻ സമയം എടുക്കുമായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഡെക്കേഡ്സ് ഇയേഴ്സും മന്ത്സും ഡേയ്സും ആയിട്ട് മാറുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഈ ഒരു ത്രെട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യണം, ഈ ചേഞ്ചിലോട്ട് മാറണം. അതും വിത്തിൻ ഫ്യൂ ഡേയ്സ് ഓർ വിത്തിൻ മന്ത്സ്. നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചേഞ്ചസിൻ്റെ കൂടെ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ഔട്ട് ഓഫ് ദി മാർക്കറ്റ് ആയി പോകും. വെദർ ഇറ്റ് ഈസ് യുവർ ബിസിനസ്, വെദർ ഇറ്റ് ഈസ് യുവർ വർക്ക്, ഓർ നിങ്ങൾ പഠിക്കുന്ന മേഖലകളാണെങ്കിലും. ആ കാര്യമാണ് ഈ ഒരു ട്രെൻഡ് എന്ന് എനിക്ക് പറയാനുള്ളത്. ഇൻഡസ്ട്രി 1.0 വന്ന സമയത്ത് 2.0 വന്ന സമയത്തും മെഷീൻസിന് വേണ്ടിയിട്ട് മനുഷ്യന്മാർ വർക്ക് ചെയ്യുമായിരുന്നു. അതായത് ഇപ്പോൾ സ്റ്റീം എഞ്ചിൻ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോൾ കാറുകളാണെങ്കിൽ നമ്മളത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യണമായിരുന്നു. 3.0 വന്ന സമയത്ത് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടായിരുന്നു മെഷീൻസ് വർക്ക് ചെയ്തത്. ഇപ്പോൾ കമ്പ്യൂട്ടേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, നമ്മളൊരു സെറ്റ് ഓഫ് റൂൾസ് സെറ്റാക്കി കൊടുക്കുക, ആ റൂൾസ് ഇതിനെ ബൈസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രി 4.0 വരുന്ന ഒരു സമയത്ത് മെഷീൻസ് മനുഷ്യരിൽ നിന്ന് പഠിക്കുകയാണ്. അതാണ് ഷിഫ്റ്റ് ഉണ്ടായത്. നമ്മൾ അങ്ങോട്ട് പഠിപ്പിച്ചു, പ്രോഗ്രാം ചെയ്തു, ഇപ്പോൾ നമ്മളിൽ നിന്ന് അവർ പഠിക്കുകയാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെ ഇൻട്രസ്റ്റ് എന്താണ്, നമ്മളെ താല്പര്യമുള്ള വീഡിയോസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നത് യൂട്യൂബ് എങ്ങനെയാണ്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് ലേൺ ചെയ്യാണ്. ദാറ്റ് ഈസ് കോൾഡ് മെഷീൻ ലേണിംഗ്. അതാണ് ഇൻഡസ്ട്രി 4.0 മോട്ടോ എന്ന് പറയുന്നത്. ഇനി ഇൻഡസ്ട്രി 5.0 ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഗോയിങ് ഫോർവേഡ് വരുന്ന സംഭവമാണ്. അതിൽ മെഷീൻസും ഹ്യൂമനും ഒരു കൊളാബറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കേസാണ് വരാൻ പോകുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിപ്പീറ്റേറ്റീവായ ടാസ്കുകളും നല്ല പ്രിസിഷൻ ആവശ്യമുള്ള ജോബ്സും മെഷീൻസ് ചെയ്യും. ക്രിട്ടിക്കൽ തിങ്കിങ് ആയ കാര്യങ്ങൾ മനുഷ്യർ ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു കൊളാബറേഷനായ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതാണ് ഇൻഡസ്ട്രി 5.0 വരാൻ പോകുന്നത്. നമ്മളിപ്പൊക്കെ പറഞ്ഞതിൽ 1.0 നമ്മൾ സ്റ്റീം എഞ്ചിൻ പറഞ്ഞു, 2.0 നമ്മൾ ഇലക്ട്രിസിറ്റി പറഞ്ഞു, 3.0 വന്ന ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ, ഇലക്ട്രോണിക് ഡിവൈസസ് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഇൻ്റലിൻ്റെ ഫൗണ്ടറായിട്ടുള്ള മൂർസ് 1960s പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്, ഓരോ ICയുടെ ഉള്ളിലും, ഇൻ്റഗ്രേറ്റഡ് ചിപ്സിൻ്റെ ഉള്ളിലുള്ള ട്രാൻസിസ്റ്റേഴ്സിൻ്റെ എണ്ണം എവറി 2 ഇയേഴ്സിൽ ഡബിൾ ആവുമെന്നുള്ളത്. ദാറ്റ് മീൻസ് നിങ്ങൾ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ സൈസിനെ കുറിച്ച് അറിയോ? ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസിൻ്റെ ഒക്കെ ട്രാൻസിസ്റ്ററിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 5 നാനോമീറ്റർ ഒക്കെയാണ്. 7 നാനോമീറ്റർ, 5 നാനോമീറ്റർ ടെക്നോളജി, 3 നാനോമീറ്റർ ഉണ്ട്. ഇനി വരാൻ പോകുന്നതാണ് 2 നാനോമീറ്റർ. അതായത് ഓരോ 2 ഇയേഴ്സ് കഴിയുമ്പോഴും ഈ ട്രാൻസിസ്റ്ററിൻ്റെ സൈസ് പകുതി ഏകദേശം ആയിട്ട് വന്നിരുന്നു 1960s മുതൽ അറൗണ്ട് 2020-25 വരെ. തുടക്കത്തിൽ കുറച്ച് മുന്നേ പഴയ ടെക്നോളജിയിലുള്ള കമ്പ്യൂട്ടേഴ്സൊക്കെ എടുത്താൽ അത് 120 നാനോമീറ്ററിലും 64 നാനോമീറ്ററും 32 നാനോമീറ്ററിലൊക്കെ ഉള്ള സാധനങ്ങളാണ്. 32 16 ആയി, 16 7 നാനോമീറ്റർ ആയി, 7 5 ആയി, 3 ആയി, 2 ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ 2 ദിവസം മുന്നേ പാന്തർ ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ AI PCs, AI ലാപ്ടോപ്സ് റിലീസ് ചെയ്തു ഈ മിനിഞ്ഞാന്ന്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1.8 നാനോമീറ്റർ ആണ്. അതായത് 18 ആങ്സ്ട്രോം, 18A എന്ന് പറയും. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ സൈസ് അത്രയേ ഉള്ളൂ. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് പ്ലേസ് ചെയ്യാവുന്ന ട്രാൻസിസ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടും. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ കമ്പ്യൂട്ടേഷൻ പവർ കിട്ടും. അതായത് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടേഷനേക്കാൾ കൂടുതൽ കിട്ടും. അതിൻ്റെ എക്സാമ്പിളാണ് നമുക്ക് ഡാറ്റ പ്രോസസ്സിങ് സ്പീഡിൽ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു 8th ജനറേഷൻ ഇൻ്റൽ CPU-യും ഒരു 13th ജനറേഷൻ ഇൻ്റൽ CPU-യും പ്രോസസ്സ് ചെയ്താലുള്ള കപ്പാസിറ്റി ഡിഫറൻ്റ് അല്ലേ? ബ്രൗസിംഗ് അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ ടാസ്ക് ഇൻറ്റൻസീവായ ജോബ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ മാറ്റം വരും. അപ്പോൾ ഇതാണ് ടെക്നോളജിയിലുള്ള അഡ്വാൻസ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 3.0 മെയിനും ഇലക്ട്രോണിക്സ് വന്നു, കമ്പ്യൂട്ടേഴ്സ് വന്നു, സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി എമേർജ് ആയി. അതിന് പാരലായിട്ട് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി, IT ജോബ്സിലെ ബൂം നമ്മൾ കണ്ടു.
1980s-ലും 90s-ലുമാണ് ഇൻഫോസിസും വിപ്രോയും TCS ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് വലിയ ബിഗ് കമ്പനീസായി മാറിയത് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് IT-യിലുള്ള ബൂമായിരുന്നു. ഹാർഡ്വെയർ സപ്പോർട്ട് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുക, അതിനുള്ള സർവീസ് കൊടുത്തു, അവർ മുന്നോട്ട് പോയി. 2000-ന് ശേഷം വന്നതാണ് ഇൻഡസ്ട്രി 4.0. 1960 to 2000 നമുക്ക് ഇൻഡസ്ട്രി 3.0ൻ്റെ കാലഘട്ടം എന്ന് പറയാം. 3.0യുടെ എൻഡിലാണ് ഏകദേശം ഇൻ്റർനെറ്റ് വരുന്നത്. ഇൻ്റർനെറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നത് 4.0യുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം കൂടെ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ നേരെ ഇൻ്റർനെറ്റ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറായിട്ട് വേണമെങ്കിൽ പറയാം. 3.0-ൽ നിന്ന് 4.0-യിലോട്ടുള്ള സ്മോൾ ട്രാൻസിഷനാണ്. കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് ഹെൽപ്പ് ചെയ്തു ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്. നമ്മളിന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ ഫോണിലല്ല സ്റ്റോർ ചെയ്യുന്നത്. എല്ലാവരും ഫുൾ ടൈം 24 hours എല്ലാവരും ഇൻ്റർനെറ്റായിട്ട് കണക്റ്റഡ് ആണ്. നമ്മളിപ്പോൾ ഒരു 1 hour ഇൻ്റർനെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പണ്ട് കാലഘട്ടത്തിൽ ഒരു 20 വർഷം മുമ്പ് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ പവർ കട്ട് വന്നാൽ നമുക്ക് എത്രത്തോളം ഡിസ്ട്രപ്ഷൻ ഉണ്ടോ അതിനേക്കാൾ വലിയ ഡിസ്ട്രപ്ഷനാണ് 30 minutes നമുക്ക് ഇൻ്റർനെറ്റ് പോയി കഴിഞ്ഞാൽ. നമ്മൾ ഇമാജിൻ ചെയ്തിട്ടുണ്ടോ 20 വർഷം അങ്ങനെയാണ് എന്നുള്ളത്? അപ്പോൾ ലൈഫ് ചേഞ്ച് ചെയ്തിരിക്കും, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കും, വി ആർ ഫോഴ്സ്ഡ് ടു അക്സെപ്റ്റ് ഇറ്റ്. ഇൻ്റർനെറ്റും ഇലക്ട്രിസിറ്റി നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഒരു 20 വർഷം മുന്നേ നമുക്ക് പവർ കട്ട് വരുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ഒരു മുഷിപ്പ് ഉണ്ടാവോ, അതിനേറെ മുഷിപ്പായിരിക്കും ഇപ്പോൾ ഇൻ്റർനെറ്റ് നമുക്കില്ലാഞ്ഞാൽ. ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്തു. അതേപോലെ നമ്മളിപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്ന മോസ്റ്റ് ഓഫ് ദി ആപ്സ്, മോസ്റ്റ് ഓഫ് ദി ബിസിനസ്, എവറിത്തിങ് ഈസ് ഡൂയിങ് ഇൻ ദി ക്ലൗഡ്. നമ്മൾ ഫോണിൽ എന്ത് ചെയ്താലും അതിൻ്റെ ഡാറ്റാ സെൻറ്റർ വഴി അതിൻ്റെ ഡാറ്റാ സെൻറ്ററിലോട്ട് നമ്മളെ ഫോണിൽ നിന്ന് ടവറിൽ നിന്ന് ബേസ് സ്റ്റേഷൻ അണ്ടർ ദി സീ എവിടെയാണോ, ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി സെർവേഴ്സ് US-ലാണെങ്കിൽ US-ലോട്ട് എത്തിയിട്ട് അവിടുത്തെ ക്ലൗഡുകളിൽ നിന്ന് ആ ഡാറ്റ ഫെച്ച് ചെയ്തിട്ട് തിരിച്ച് സെയിം റൂട്ട് എടുത്തിട്ടാണ് നമ്മളെ ഫോണിലോട്ട് തന്നിട്ട് നമുക്ക് ആ ഇൻഫർമേഷൻ തരുന്നത്. ദീസ് മെനി തിങ്സ് ആർ ഹാപ്പനിങ് വിത്തിൻ milliseconds. നമ്മളൊരു റിക്വസ്റ്റ് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ അതിന് പിന്നിൽ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റേജിലും ഒരുപാട് ടെക്നോളജി അഡ്വാൻസസും ഒരുപാട് കമ്പനികളുടെ സംഭാവനകൾ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് വളരെ ചീപ്പായിട്ട് ഈ കാര്യങ്ങൾ അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, എല്ലാ ഡിവൈസസും കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരുപാട് ഡാറ്റകളെ അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കി അതിന് ലേൺ ചെയ്തിട്ട് നമ്മുടെ ബിസിനസ് പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരാണ്. പിന്നെ അടുത്തതാണ് സൈബർ ആൻഡ് ഫിസിക്കൽ സിസ്റ്റംസ്. അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പ്ലസ് നമ്മളെ ഫിസിക്കൽ സിസ്റ്റംസും കൂടെ ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ്, ഒരു സപ്ലൈ ചെയിൻ റൺ ചെയ്യാണ്, അവിടെ റോബോട്ടിക്സ് വരികയാണ്, ഹ്യൂമൻ കൊളാബറേഷൻ വരികയാണ്, എന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ഫൈനലി കൊബോട്ട്സ് എന്ന് പറയുന്നത് കൊളാബറേറ്റീവ് ബോട്ട്സ്. അതായത് നേരത്തെ പറഞ്ഞ ഇൻഡസ്ട്രി 5.0യുടെ കേസിൽ മനുഷ്യരും മെഷീനും കൂടെ ചേർന്നിട്ട് ഒരു നെക്സ്റ്റ് ഫേസ് ഓഫ് റെവല്യൂഷൻ ലീഡ് ചെയ്യുന്നതിനെയാണ് കൊബോട്ട്സ് എന്ന് പറയുന്നത്. ഈ മെഷീൻ ഇൻ്റലിജൻസിൻ്റെ ഒരു പാത്ത് എന്ന് പറയുന്നത് ആദ്യം കാൽക്കുലേറ്റേഴ്സാണ് വന്നത്. 1970s കാലഘട്ടത്തിൽ കാൽക്കുലേറ്റേഴ്സ് വന്നു. ഈ കാൽക്കുലേറ്റേഴ്സിന് വേണമെങ്കിൽ നമുക്ക് ഏർലി AI എന്ന് പറയാം. ജസ്റ്റ് ഒരു റൂൾ ബേസ്ഡ് കുറച്ച് മാത്തമാറ്റിക്കൽ സ്കില്ല് ആഡ് ചെയ്യാൻ മാത്രം പഠിപ്പിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ആ കാലഘട്ടത്തിൽ അതിൻ്റെ മനുഷ്യർക്ക് അത്ഭുതമായിരുന്നു. പിന്നെ അതിനുശേഷം നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് റൂൾ ബേസ്ഡ് ആയ സിസ്റ്റംസ്, ഇഫ് ദിസ് ഈസ് ഡു ദിസ്, ഇഫ് ദിസ് ഈസ് ദ കേസ്, ഇഫ് എൽസ് കണ്ടീഷൻ ഉണ്ടല്ലോ, അതാണ് റൂൾ ബേസ്ഡ് എന്ന് പറയുന്നത്. തേർഡായിട്ട് വന്നതാണ് പാറ്റേൺ ബേസ്ഡ് AI. അതായത് AI റിവോൾവ് ചെയ്യുന്നുണ്ട് ഓരോ കാലഘട്ടം, ഓരോ ഡെക്കേഡ് മുന്നോട്ട് പോകുന്ന സമയത്തും. അപ്പോൾ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ ഇൻസ്റ്റഗ്രാം റീൽസിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ട സാധനങ്ങൾ റീൽസ് കാണിക്കണമെന്നുള്ളത് നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള പാറ്റേൺ മോഡൽ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതാണ് പാറ്റേൺ ബേസ്ഡ് AI എന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ബ്രെഡ് പർച്ചേസ് ചെയ്തു, അതിന് കൂടെ ജാമും കൂടെ പർച്ചേസ് ചെയ്യണമെന്നുള്ള ആമസോണോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഷോപ്പിലെത്തിക്കുന്ന ഷോപ്പ് കീപ്പർക്കോ കാണിച്ചു തരാൻ തോന്നുന്നതിനുള്ള ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു ഐഡിയയാണ് ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. അതുപോലെ നിങ്ങളുടെ ഫേസ് റെക്കഗ്നൈസേഷൻ, ഇതൊക്കെ പാറ്റേൺ ബേസ്ഡ് AI ആണ്. പിന്നെ അതിന് ശേഷമാണ് ജനറേറ്റീവ് AI. നമ്മളിന്ന് നന്നായിട്ട് ഉപയോഗിക്കുന്ന ജനറേറ്റീവ് AI, പുതിയതായ കണ്ടൻസ് ഉണ്ടാക്കുക. പഴയ ഇപ്പോൾ ChatGPTയുടെ കേസ് പറയുകയാണെങ്കിൽ ഒരു 30 years ഓഫ് ഇൻ്റർനെറ്റിൽ ഉണ്ടായിരുന്ന ഡാറ്റ ഫുള്ള് പഠിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു മെഷീനാണ് ChatGPTയും ജെമിനിയും ഒക്കെ. ഇത്രയും ഡാറ്റ അവർ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു 10 പുസ്തകങ്ങൾ പഠിച്ചാൽ നമുക്ക് എത്രത്തോളം വിവരം കിട്ടും? ഒരുപാട് വിവരം കിട്ടും. കൂടുതൽ വായിക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ നോളജ് ഉണ്ടാവുമെന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ഇൻ്റർനെറ്റിൽ ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡാറ്റയും പഠിച്ച ആൾക്കാരാണ് ChatGPTയും ജെമിനിയൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചോദിച്ചാലും അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത്.
എന്നിട്ട് ഈ പ്രീവിയസ് ഡാറ്റ വെച്ചിട്ട് കൂടുതൽ വായിക്കുന്ന ആളുകൾക്ക് കൂടുതൽ എഴുതാനും കൂടുതൽ കവിത എഴുതാനും പറ്റൂലേ, അതുപോലെ പുതിയ സാധനങ്ങൾ അവരുണ്ടാക്കി തരും. ഓൾറെഡി പഠിച്ചതെന്ന് ചോദിക്കണമെന്നില്ല, ഒരു പുസ്തകത്തിൽ നിന്ന് അവർ പഠിക്കാത്തത് ചോദിച്ചാലും അതിലെ പോയിന്റ്സ് കണക്ട് ചെയ്തിട്ട് അവർ പറഞ്ഞു തരും. അതാണ് ജനറേറ്റീവ് AI. പുതിയ കണ്ടൻസ് ഉണ്ടാക്കും ഓൾറെഡി ഉള്ള സാധ്യത. അതുകൊണ്ടാണ് അവർക്ക് പുതിയ ഫോട്ടോസും പുതിയ വീഡിയോസും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ. ഇനി വന്നിരിക്കുന്ന സാധനമാണ് എജന്റിക് AI. അതായത് ഒരു ടാസ്ക് അല്ല, മൾട്ടിപ്പിൾ ടാസ്ക് ഇയാൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്കൊരു ഫംഗ്ഷന് പ്ലാൻ ചെയ്യണം. ഈ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഗസ്റ്റിന് ഇൻവൈറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ പ്രൊഫ് സമ്മിറ്റ് പ്ലാൻ ചെയ്യണം, ഗസ്റ്റിന് ഇൻവൈറ്റ് ചെയ്യണം, ഫുഡ് പ്ലാൻ ചെയ്യണം, ഹോള് ബുക്ക് ചെയ്യണം, ടൈം സ്ലോട്ട് കൊടുക്കണം. ഈ കാര്യങ്ങളെല്ലാം AI ഇരുന്ന് ചെയ്തോളും. നമ്മൾ പറഞ്ഞാൽ മതി ഇതാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആളുകൾ ഇൻവൈറ്റ് ചെയ്യുന്നതും കാര്യങ്ങളും, ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും ഒരു ഷെഡ്യൂൾ പ്രശ്നം വന്നാൽ അതും അവർ റിസോൾവ് ചെയ്തോളും. ഇതാണ് എജന്റിക് AI എന്ന് പറയുന്നത്. നമുക്ക് ഈ എജന്റിക് AI ഒക്കെ വരുന്ന സമയത്ത് AI ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. വലിയ വലിയ പൊളിറ്റീഷ്യൻസിനും ബിസിനസ് മാൻമാർക്കൊക്കെ അസിസ്റ്റൻസ് ഉണ്ടാവും, പേഴ്സണൽ അസിസ്റ്റൻസ്. ഇപ്പം നമുക്കൊരു പേഴ്സണൽ അസിസ്റ്റൻസ് ഉണ്ടാക്കാം. നമ്മൾ ചെയ്യുന്ന വാക്കുകൾ എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്കൊരു പേഴ്സണൽ അസിസ്റ്റൻസ് വരും. അപ്പോൾ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ഇൻഡസ്ട്രി 1.0 ഒരുപാട് ജോബ്സ് മാറി 2.3, 3.3, 4. അപ്പോൾ നമ്മളെ ലൈഫ് സ്പാനിൽ തന്നെ ഒരുപാട് ജോബുകൾ ചേഞ്ച് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 5.0 വരുന്ന സമയത്ത് അല്ലെങ്കിൽ 4.0 തന്നെ ഈ എന്തൊക്കെ ജോബ്സാണ് സസ്റ്റെയിൻ ചെയ്യുക, എന്തൊക്കെ ജോബ്സാണ് ഡിലീറ്റ് ആയി പോവുക എന്നുള്ളതാണ്. മെയിനായിട്ട് ഡിലീറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ജോബ്സ് നമ്മൾ ചെയ്യുന്ന വാട്ട് എവർ ബി ദ ഫീൽഡ്, അത് മെഡിസിൻ ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ലോ ആയിക്കോട്ടെ, ഏത് ജോബാണെങ്കിലും അതൊരു പാറ്റേൺ ബേസ്ഡ് അല്ലെങ്കിൽ റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ജോബാണോ അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ബേസ്ഡ് ജോബാണോ, ദാറ്റ് ക്യാൻ ഈസിലി റീപ്ലേസ് ബൈ AI. അത് ചെയ്യാൻ മനുഷ്യൻ്റെ ആവശ്യമില്ല. മനുഷ്യൻ്റെ ആവശ്യം എവിടെയാണ് വരുന്നത്? ക്രിയേറ്റീവായ. അപ്പോൾ അവിടെ ലിസ്റ്റ് ചെയ്ത ഏത് ജോബ്സ് ആണെങ്കിലും നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും, ദാറ്റ് ഈസ് എ റിപ്പീറ്റേറ്റീവ് ജോബ്. റിപ്പീറ്റീവ് ജോബ് ഇനി മനുഷ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. പണ്ടൊക്കെ നമ്മളൊരു കമ്പനിയിലെ ജോബ് എന്ന് പറയുന്നത് റിപ്പീറ്റേറ്റീവായ ഒരു സാധനം അങ്ങോട്ട് ഫിറ്റ് ചെയ്യുക, ഇങ്ങോട്ട് ഫിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്യുന്നത്. ഇനി അങ്ങനത്തെ കാര്യങ്ങൾ മെഷീൻസ് ചെയ്യും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് കുറച്ചും കൂടെ ക്രിയേറ്റീവായ തിങ്കിങ് ഔട്ട്പുട്ട് കിട്ടുന്ന കാര്യങ്ങളിലാണ് വർക്ക് ചെയ്യേണ്ടത്. അവിടെയാണ് നമുക്ക് ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും വരുന്നൊരു ചോദ്യമാണ്, അപ്പോൾ ആളുകൾക്ക് ജോലി പോകില്ലേ, എങ്ങനെ ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിക്കുക എന്നുള്ളത്. ഇത് നമുക്ക് ബെസ്റ്റ് ആൻസർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ 10 മണിക്കൂർ എടുത്തുകൊണ്ടിരുന്ന ജോബ് 1 അവർ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 9 മണിക്കൂർ നമുക്ക് വെറുതെ ഇരിക്കാം, ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ 10 ആൾ ചെയ്തിരുന്ന ജോബ് ഒരാൾക്ക് ചെയ്താൽ 9 ആളെ ജോബ് കളയാം, വേറൊരു ഓപ്ഷൻ. ഈ 9 മണിക്കൂർ അല്ലെങ്കിൽ 9 ആളുകളെ നമുക്ക് വേറെ സാധനങ്ങളെ ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചൂടെ? അതായത് ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് മാത്രം ഉണ്ടാക്കിയിരുന്ന ഒരു കമ്പനിക്ക് 10 പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് ഐഡിയയിൽ മാത്രം വരുന്നത് അവരുടെ ഇന്നോവേറ്റീവ് ഐഡിയയുടെ ഡെപ്ത് കൂട്ടാം. അപ്പോൾ ആളുകളുടെ സമയം പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താനാണ് AI ഗോയിങ് ഫോർവേഡിൽ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റേറ്റീവ് ജോബാണ്, നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ യു മേ ലൂസ് യുവർ ജോബ്. പക്ഷേ മനുഷ്യരുടെ ആവശ്യമുണ്ട്. പക്ഷേ ഈ ആവശ്യം എവിടെയാണ്? ഒന്നും കൂടെ ഇന്നോവേറ്റീവ്. അതാണ് ഇൻഡസ്ട്രി 5.0 ഔട്ട്പുട്ടായിട്ട് നമ്മൾ പറയുന്നത്. കമ്മിങ് സ്ലൈഡ്സിൽ പറയാം എന്തൊക്കെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ജോബാണെങ്കിലും റിപ്പീറ്റേറ്റീവ് ആണെങ്കിൽ ജസ്റ്റ് ചേഞ്ച് ചെയ്യുക, അത് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ നോക്കാം. ഇനി ഇൻഡസ്ട്രി 5.0 ഔട്ട്പുട്ടായിട്ട് പറയുന്നത് ഒന്ന് മെയിനായിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് പേഴ്സണലൈസേഷനാണ്. ആളുകൾക്ക് ഇഷ്ടം എന്താണോ അവർക്ക് പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് കൊടുക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇപ്പോൾ കറണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരാൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അവിടെ എബോവ് ആവറേജ്, ബിലോ ആവറേജ് ആൻഡ് ആവറേജ് സ്റ്റുഡൻസ് ഉണ്ടാവും. ഈ 3 ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിനെയും സാറ്റിസ്ഫൈ ചെയ്ത് ക്ലാസ് എടുക്കുന്ന ഇറ്റ്സ് ഇമ്പോസിബിൾ. ഈ സമയത്ത് പേഴ്സണലൈസേഷൻ അവിടെ കൊണ്ടുവന്നാൽ, അതായത് ഒരേ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ പേഴ്സണലൈസ് ചെയ്ത ഒരു സ്റ്റുഡൻറ്റിന് എന്ത് കണ്ടന്റ് കൊടുക്കണം എന്നുള്ളത് AI ക്യാൻ ടെൽ യു ബേസ്ഡ് ഓൺ ഹിസ് പ്രീവിയസ് ഡാറ്റ, അല്ലെങ്കിൽ അയാളെ ലേണിംഗ് പാറ്റേൺ, അയാളെ എക്സാംസ് നോക്കിയിട്ട് ഈ ഡാറ്റ ലേൺ ചെയ്തിട്ട് ഈ കുട്ടിയുടെ എക്സാംസിൽ ഡാറ്റ ലേൺ ചെയ്തിട്ട് മോഡലിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഈ കുട്ടി ഇന്ന ഭാഗത്താണ് വീക്ക്, ഇന്ന ഭാഗത്താണ് സ്ട്രോങ്. സോ അവിടെ ക്ലാസ് കൊടുക്കുക, അല്ലാത്ത സമയത്ത് കുട്ടിക്ക് ഫ്രീ ടൈം കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടിക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇത്തരത്തിലുള്ള പേഴ്സണലൈസേഷൻ നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഹെൽത്ത് കെയറിൽ പേഴ്സണലൈസേഷൻ എങ്ങനെ കൊണ്ടുവരിക? ഒരാളുടെ പ്രീവിയസ് ഡാറ്റ മൊത്തത്തിൽ പഠിച്ച, നമ്മളൊരു ഡോക്ടറെ എടുത്ത് പോയ സമയത്ത് ഡോക്ടറോട് നമ്മളെ പ്രീവിയസ് ഡാറ്റ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഒരു മോഡലിനകത്ത് നമ്മൾ ജനിച്ചത് മുതലുള്ള നമ്മുടെ DNA സ്ട്രക്ചർ അടക്കം എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു മോഡലിന് എത്രത്തോളം
പവർഫുൾ ആണെന്ന് ആലോചിച്ചാൽ നമുക്ക് വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന എല്ലാ മെഡിക്കൽ റിപ്പോർട്ട്സ് ആളെടുത്തുണ്ട്. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന രോഗങ്ങൾ വരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് തന്ന് നമുക്ക് വേണ്ടുന്ന ഡയറ്റ് പ്ലാൻ, എക്സസൈസ്, നമ്മുടെ ജീവിതം എങ്ങനെ ആവണം എന്നുള്ളത് ഓരോരുത്തർക്കും ഒരു പേഴ്സണലൈസ്ഡ് ഡോക്ടർ എന്നുള്ള കൺസെപ്റ്റാണ് പേഴ്സണലൈസേഷൻ ഹെൽത്ത് കെയർ കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത് റിച്ച് ആയ ആളുകളെ വാച്ച് അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങുന്നതും ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങുന്നതും കാറ് കസ്റ്റമൈസ് വാങ്ങുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ട്രംപ് യൂസ് ചെയ്യുന്ന കാറൊക്കെ കസ്റ്റമൈസ്ഡ് കാറാണ്. ഇതുപോലെ കമ്പനീസ് ഇനി മുന്നോട്ട് വരെ പേഴ്സണലൈസേഷനിലാണ്. കസ്റ്റമർ റിക്വസ്റ്റ് കൊടുക്കുന്നു, ആ റിക്വസ്റ്റിനനുസരിച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. നൈക്കി ഒരു ഷൂ ഉണ്ടാക്കിയിട്ട് നമ്മൾ പോവല്ല, നമ്മുടെ റിക്വസ്റ്റ് നൈക്കിയോട് പറയുന്നു, നൈക്കി നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സിൻ്റെ പ്രത്യേകത വരുന്നത്. ഒരേ പ്രൊഡക്റ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പകരമായിട്ട് ഡിഫറെൻറ്റ് ആളുകൾക്ക് എന്താണോ വേണ്ടത് അത് ഉണ്ടാക്കുന്ന ഇന്നോവേറ്റീവ് ഐഡിയക്ക് ഈ ബാലൻസ് വരുന്ന എയുടെ ഹെൽപ്പോട് കൂടിയിട്ട് ബാലൻസ് വരുന്ന എംപ്ലോയീസിനെയോ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ ടൈമിനെയോ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ്. 3D പ്രിൻറ്റിങ് പേഴ്സണലൈസ്ഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്. പിന്നെ ഇൻഡസ്ട്രി 5.0 മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എത്തിക്സിലാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം മെഷീനിലായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹ്യൂമൻ അവിടെ റോളില്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ ഈ സമയത്ത് എത്തിക്കൽ പ്രാക്ടീസസ്, അതായത് ഹ്യൂമൻ എത്തിക്സ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്കമാണ് ഇൻഡസ്ട്രി 5.0 ഫോക്കസ് ചെയ്യുന്നത്. ഈ സമയത്ത് മനുഷ്യർക്ക് കൊളാബറേറ്റ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ മെഷീൻസിനെല്ലാം ഇയാളുടെ ഡിസീസസും ഇയാൾക്ക് എന്തൊക്കെ കണ്ടീഷൻസാണ് വരാൻ പോകുന്നത് എന്നെല്ലാം ഈസി ആയിട്ട് മനസ്സിലാക്കാനും അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കാനും പറ്റും. പക്ഷേ അതൊരു ഡോക്ടർ വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ആ ഡോക്ടർക്ക് എന്ത് ഫീൽ ചെയ്യാൻ പറ്റും? അയാളെ ഫാമിലി ഹിസ്റ്ററിയും അയാളെ ഇപ്പോഴത്തെ സിറ്റുവേഷനും മനസ്സിലാക്കിയിട്ട് അവർ എംപതിയിൽ അകത്ത് സംസാരിക്കാൻ പറ്റും. അത് മോർ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതാണ് ഹ്യൂമൻ പ്ലസ് മെഷീൻ കൊളാബറേഷൻ്റെ ഔട്ട്കം വരുന്നത്. അതേസമയം ഒരു മെഷീൻ വന്നിട്ട് അയാൾക്കൊരു ഫീലിംഗും ഉണ്ടാവില്ല. മെഷീൻസ് ഡസ് നോട്ട് ഹാവ് എനി ഫീലിംഗ്. അവർ വന്നിട്ട് ഡയറക്റ്റായിട്ട് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഹേർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നൊന്നും അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. ആ ഹേർട്ടിനെസ്സിനനുസരിച്ച് അവർക്ക് എങ്ങനെ റിപ്ലൈ ചെയ്യണമെന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല. ദിസ് കൈൻഡ് ഓഫ് ദിസ് ടീച്ചിങ്ങിലാണെങ്കിലും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പേഴ്സണലൈസേഷൻ ഡാറ്റ ഒരു ടീച്ചർക്ക് പഠിക്കാം. എന്നിട്ട് ആ കുട്ടിയുടെ അടുത്ത് ഇനി ഇന്നത് പഠിക്കണം, ഇന്നത് ചെയ്യണം, ഇതിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ള രൂപത്തിലൊരു ഗൈഡൻസ് കൊടുക്കാം. ഇതാണ് ഈ ഒരു കൊളാബറേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ അപ്പോൾ എത്തിക്കൽ ടെക്നോളജീസ് ഇപ്പോൾ നമ്മൾ അറിയാം. അപ്പോൾ ഈ സോറ വെച്ചിട്ടൊക്കെ നമുക്ക് വീഡിയോസ് ഉണ്ടാക്കാം, ഫേക്ക് വീഡിയോസ് ഉണ്ടാക്കിയിട്ട് ആളുകളെ പറ്റിക്കാം, നിങ്ങളിത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പണ്ട് നമ്മൾ ഒളി ക്യാമറ വെച്ചിട്ടായിരുന്നു ഓരോന്ന് പിടിച്ചിരുന്നത്, ഇപ്പോൾ ഫേക്കായിട്ട് ഉണ്ടാക്കും. അപ്പോൾ അവിടെ AI എത്തിക്സിന് ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. അതായത് ആളുകൾക്ക് എങ്ങനെയും മുന്നോട്ട് വരുന്നത്. അപ്പോൾ നമ്മളെ റെഗുലേറ്ററി ബോഡീസൊക്കെ ഒരു കണ്ടീഷൻസ് വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള റെഗുലേറ്ററി കണ്ടീഷൻസ് വെച്ചിട്ട് എത്തിക്കലായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. ഇപ്പോൾ ഒരുപാട് വേസ്റ്റുകളും ഇപ്പോൾ നമുക്ക് ഈ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഇതിലേക്ക് പോകുന്ന സമയത്ത് GPUs ആണ് AI മോഡൽസിനെ ട്രെയിൻ ചെയ്യുന്നത്. ഒരുപാട് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് റിന്യൂവബിൾ എനർജി അവിടെ ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ വേസ്റ്റുകളൊന്നും ഇല്ലാതെ ഒരു എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിൾ ആയിട്ട് മുന്നോട്ട് പോകുന്നുള്ളതൊക്കെയാണ് മോട്ടോ. ഫ്യൂച്ചർ വർക്ക് സ്പേസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു സമ്മറൈസേഷനാണ്. മനുഷ്യനും റോബോട്ട്സും കൂടെ ചേർന്നിട്ടുള്ള ഒരു അസിസ്റ്റൻറ്റ്. ഇപ്പോൾ എൻജിനീയേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഇൻഡസ്ട്രിയിൽ വന്നൊരു മാറ്റം. ഇപ്പോൾ ഞാൻ 2019 ഇൻഡലിൽ ജോയിൻ ചെയ്യുന്നത്. ആ സമയത്തൊക്കെ നമുക്കൊരു പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഹാർഡ്വെയർ ആർക്കിടെക്ചർ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റിന് ഒരു 10,000 പേജോ 5,000 പേജൊക്കെ ഉള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവും ആർക്കിടെക്റ്റ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ പഠിക്കണം. നമ്മൾ ഏത് ഡൊമൈനിലാണോ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ പേജ് അണ്ടറിലുള്ളത് പഠിക്കണം. എന്നിട്ടാണ് നമ്മൾ ഇതിന് ഒരു ഡിസൈൻ ഐഡിയകൾ ഉണ്ടാക്കുക. ഇപ്പോൾ നമുക്ക് ഇത് നേരെ കോഡിസൈൻ എന്ന് പറഞ്ഞ ChatGPT പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതൊക്കെ നമുക്ക് നേരെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അന്ന് പഠിച്ചിരുന്ന പോലെ ആൾ പഠിക്കും. പിന്നെ നമ്മളോട് എന്തെങ്കിലും ഡൗട്ടോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആൾ ഇങ്ങോട്ട് പറഞ്ഞുതരും. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് ഞാൻ വിത്തിൻ 3-4 ഇയേഴ്സ് എൻ്റെ കരിയറിൽ കണ്ടത് ഞാനൊരു ഷിഫ്റ്റാണ് ഞാൻ പറയുന്നത്. 2019 ഇത് ഉണ്ടായിരുന്നില്ല. നമ്മൾ മാനുവലി ഇരുന്ന് വായിച്ച് കുറേ സമയം എടുത്ത് പഠിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കെന്താ എൻ്റെ ലൈഫ് ഈസിയായി. അപ്പോൾ എനിക്ക് സമയം ബാക്കി വന്നു. ദാറ്റ് ഐ ക്യാൻ യൂസ് ഫോർ അതർ ഇന്നോവേറ്റീവ് തിങ്സ്. കുറച്ചും കൂടെ ഇന്നോവേറ്റീവായ സാധനങ്ങൾ ഉണ്ടാക്കാൻ നോക്കി. ഇതാണ് കമ്പനീസ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ എൻട്രി ലെവലിലുള്ള ഒരാൾ ഇതെല്ലാം ഇങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് പ്രോഗ്രാം നേരെ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ അയാൾക്ക് ജോബിൽ പ്രശ്നം. അതുപോലെ തന്നെ കോഡിങ്, എൻട്രി ലെവൽ കോഡിങ് ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇപ്പോൾ കോപ്പൈലറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കോപ്പൈലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കോഡും ആൾ തിന്നുകൊള്ളും. പിന്നെ നമ്മുടെ ഡിസൈൻ അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഇപ്പം തന്നെ വന്നിരിക്കുന്ന മാറ്റം.
ഹെൽത്ത് കെയറിലാണെങ്കിൽ ഡോക്ടേഴ്സ് 4-5 സർജനൊക്കെ ഇരുന്നിട്ട് ഒരു സർജറി ചെയ്യാണ്. അത് ഒരൊറ്റ മെയിൻ ഡോക്ടർ മാനേജ് ചെയ്തിട്ട് ബാക്കിയെല്ലാം റോബോട്ട്സ് ചെയ്യുന്ന രൂപത്തിലാണ് ഇനി വരാൻ പോകുന്നത്. ഓൾറെഡി വന്നിട്ടുണ്ട്, ഇനി വരാൻ പോകുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ മെഡിക്കൽ റിസൾട്ട്സ് ഇതെല്ലാം മെഷീൻസ് റീഡ് ചെയ്തിട്ട് അവരെ ഡാറ്റ അനലിറ്റിക്കൽ കഴിവ് വെച്ചിട്ട് അവരിതിൻ്റെ ഔട്ട്പുട്ട് റിസൾട്ട് എന്നതാണ് ദിസ് ഇസ് ഗോയിങ് ടു കം എന്നുള്ള രൂപത്തിലുള്ള റിസൾട്ട്സും അത് ഡോക്ടേഴ്സ് അനലൈസ് ചെയ്യുക. അതായത് ഡോക്ടർ പ്ലസ് എ മെഷീൻ കൊളാബറേഷൻ എവരിവർ ഇൻ എഞ്ചിനീയറിംഗ്, മെഡിസിൻ, എവരിവർ ഇറ്റ് ഈസ് ദർ. ലോജിസ്റ്റിക്സിലാണെങ്കിലുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ മനുഷ്യൻ്റെ സ്കില്ല് ഇവിടെ വേണ്ടത് നമുക്ക് ഇമാജിനേഷൻ കപ്പാസിറ്റി നല്ലോണം ഉണ്ട്. അത്ര ഒരിക്കലും മെഷീൻസിന് ഇതുവരെ അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് നമുക്ക് വേണ്ട ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളിവിടെ നമ്മുടെ കോൺട്രിബ്യൂഷനായിട്ട് കൊടുക്കുന്നത്. റിപ്പീറ്റേറ്റീവായി ടാസ്ക് ചെയ്യാൻ വളരെ പ്രിസൈസ് ആയിട്ട് മെഷീന് ചെയ്യാം. മെഷീൻ ഒരു മിസ്റ്റേക്കും വരത്തില്ല. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു 1000 പേജുള്ള ഒരു പുസ്തകം, അതിൽ ബസ് എന്നുള്ളൊരു വേർഡ് എത്ര തവണ ഉണ്ട് എന്ന് നമ്മളോട് കൗണ്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ മണിക്കൂറുകളോളം ഇരുന്നിട്ട് അത് വായിച്ചിട്ട് അത് മാനുവലി കൗണ്ട് ചെയ്തിട്ടൊരു നമ്പർ പറയും. അത് തെറ്റാൻ ചാൻസ് ഉണ്ട് അല്ലേ? മാനുവലി ഹ്യൂമൻ എറർ അവിടെ വരാം. പക്ഷേ അതേസമയം നിങ്ങൾ 1000 പേജുള്ള ഒരു പുസ്തകം ഒരു PDF ഓപ്പൺ ചെയ്തിട്ട് കൺട്രോൾ അടിച്ചിട്ട് ബസ് എന്ന് ടൈപ്പ് ചെയ്താൽ ഒരു സെക്കൻഡ് പോലും വേണ്ട എത്ര സ്ഥലത്ത് അത് എവിടേക്കാന്ന് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് തെറ്റില്ല 100% ഉറപ്പാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഹ്യൂമൻ്റെ എറർ വരും. മറ്റേത് പ്രിസൈസ് ആയിരിക്കും, സ്പീഡ് ഉണ്ടാവും, ആക്യുറസി ഉണ്ടാവും. പക്ഷെ അതിന് ക്രിയേറ്റീവ് തിങ്കിങ് കപ്പാസിറ്റി മനുഷ്യൻ്റെ അത്രയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണ് മനുഷ്യൻ അടിപൊളി അവിടെ മനുഷ്യന് ഉപയോഗിക്കുക, എവിടെയാണോ മെഷീൻസ് അടിപൊളി അവിടെ മെഷീൻസ് ഉപയോഗിക്കുക. ഇതാണ് 5.0യുടെ കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഫ്യൂച്ചർ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് ഇതിന് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റുഡൻസ് ആയ നിങ്ങളോട് പറയാനുള്ളത്, മെമ്മറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ലേണിങ്ങിന് വേണ്ട. നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുകയാണെങ്കിലും ഏത് ഫീൽഡ് വർക്ക് ചെയ്യുകയാണെങ്കിലും യു വിൽ ഹാവ് ആക്സസ് ടു AI, യു വിൽ ഹാവ് ആക്സസ് ടു ഇൻ്റർനെറ്റ്. ഓർ നിങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണ്, നിങ്ങൾ എൻ്റർപ്രണർഷിപ്പിലോട്ട് പോവുകയാണ്, ആ സമയത്തും മെമ്മറി ബേസ് ചെയ്തിട്ടുള്ള കാര്യത്തിന് പ്രത്യേകതയില്ല. തിങ്കിങ് ബേസ് ചെയ്തിട്ട് വേണം. എക്സാംസ് ഒക്കെ ഓപ്പൺ ബുക്ക് എക്സാം പോലെ ആവണം. ഓപ്പൺ ബുക്ക് എക്സാം ആണെങ്കിൽ നമ്മളൊന്നും കാണാതെ പഠിച്ചു പോകണ്ട. അല്ലെങ്കിൽ ചീറ്റ് ഷീറ്റ് അലോഡ് എക്സാംസ് ആണോ, എന്താണോ കാണാണ്ട് പഠിക്കുക അതൊക്കെ എഴുതിയിട്ട് പോകണം. എന്നിട്ട് നമ്മൾ ഇത് ഉപയോഗപ്പെടുത്തിയിട്ട് അത് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താണോ തിങ്ക് ചെയ്യേണ്ടത് അത് മാത്രം നമ്മൾ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കോളേജിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എലക്റ്റീവ്സ് ഉണ്ടാവും. ഓരോ കോളേജിലേക്കും ചിലപ്പോൾ എഞ്ചിനീയറിംഗ്സിലൊക്കെ എലക്റ്റീവ്സ് ഉണ്ട്, മെഡിസിൻ എങ്ങനെയെന്ന് ധാരണയില്ല. പക്ഷേ എലക്റ്റീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ താല്പര്യം, എവിടെയാണോ നിങ്ങൾക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് അതിൽ നിങ്ങൾ അടിപൊളിയാവും. അതാണ് വേണ്ടത്. അല്ലാണ്ട് കോളേജ് പറയും നിങ്ങൾ ഇതേ പഠിക്കാവൂ, ഇതേ ചെയ്യാവൂ, ഈ റെക്കോർഡേ ചെയ്യാവൂ എന്നുള്ളതിലല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലകളിൽ നിങ്ങൾ കോളേജിൽ എലക്റ്റീവ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ പോയിട്ട് എലക്റ്റീവ്സ് എടുക്കുക. ഇനി ആ ഓപ്ഷൻ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ഒറ്റ ക്ലിക്കിലെല്ലാം അവൈലബിലിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 30 അല്ലെങ്കിൽ 50 ഇയേഴ്സ് മുന്നേ റിച്ചായ ഒരാൾക്ക് ഇന്നത് പഠിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ അത്രയും കേപ്പബിലിറ്റിയിൽ ഒരു പ്രൊഫസറെ എടുത്തേക്ക് പോകണം. ഇപ്പം അയാൾ നെതർലാൻഡിലാണെന്നുണ്ടെങ്കിൽ ഹി ഹാസ് ടു ട്രാവൽ ടു നെതർലാൻഡ്, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് ആ പ്രൊഫസർ ഇങ്ങോട്ട് വരുത്തണം, എന്നാലത് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്ത് ഒറ്റ ക്ലിക്കിൽ നമുക്ക് എന്താണോ പഠിക്കേണ്ടത് അത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ലേൺ ചെയ്യുക. നമുക്കതൊരു ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ പ്രൊഫഷണൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഫുള്ള് ടൈറ്റ് ഷെഡ്യൂൾ ആക്കാണ്ട് അവർക്ക് ചിന്തിക്കാനും അവർക്ക് ഒരു ഇന്നോവേറ്റീവ് ഐഡിയകൾ കൊണ്ടുവരാനുള്ള ടൈം കൊടുക്കണം. വെക്കേഷൻ സമയങ്ങളിലും ബാക്കിയുള്ള ഇനിയിപ്പോൾ ക്ലാസ് റൂംസ് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലും നിങ്ങളുടേതായ തിങ്കിങ് പ്രോസസ്സിലൂടെ നിങ്ങൾ പുതിയ കാര്യങ്ങളോട് എത്താനും, ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട് അതിനൊരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റാക്കി മാറ്റാനുള്ള ഒരു തിങ്ക് ചെയ്യാനുള്ള ടൈം ഇനി വരുന്ന കരിക്കുലത്തിൽ. ഇപ്പോൾ IIT-യിലൊക്കെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് 4 മാസമായിരിക്കും ഒരു സെമസ്റ്റർ ഉണ്ടാവുക. അപ്പോൾ 8 മാസം 2 സെമസ്റ്റർ, ബാക്കി 4 മാസം വെക്കേഷനാണ്. ഇത്രയും വെക്കേഷൻ തരുന്നത് അവിടെ പഠിപ്പിക്കാൻ കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടല്ല, സ്റ്റുഡൻസിന് അവരുടെ കയ്യിൽ നിന്ന് അവർക്ക് എന്താണോ പുതിയതായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുക അതിനൊരു ടൈം കൊടുക്കണം. അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്സ് ചെയ്യുക, ഇഷ്ടമുള്ളത് ചെയ്യാം, ഇഷ്ടമുള്ള കോഴ്സ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഓല, ഫ്ലിപ്കാർട്ടൊക്കെ പോലുള്ള ഒരുപാട് കമ്പനികൾ IIT സ്റ്റാർട്ടപ്സ് ആയിട്ട് പുറത്തോട്ട് വരുന്നത്. അവിടുന്ന് തന്നെ ഇപ്പോൾ ഏതർ ഇലക്ട്രിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമ്പനീസ് പുറത്തോട്ട് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഈ സിസ്റ്റംസ് ഒക്കെ ഈ എലക്റ്റീവ്സ് ഓപ്റ്റ് ചെയ്യില്ല അല്ലെങ്കിൽ ഓപ്പൺ ബുക്ക് എക്സാംസ് ഒക്കെ ആണെങ്കിലും അവിടെയുള്ള ഒരു ക്രിയേറ്റീവ് തിങ്കിങ് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതൊന്ന് കൺക്ലൂഡ് ചെയ്യാണ്.
AI വന്നോട് കൂടിയിട്ട് നമ്മുടെ ജോബ് പോവുകയല്ല ചെയ്യുന്നത്, നമുക്ക് എക്സ്ട്രാ സമയം കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ എക്സ്ട്രാ സമയം നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുക, വേറെവർ ഇറ്റ് ഈസ്. പിന്നെ നമുക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ ലോകത്ത് പുതിയൊരു ടെക്നോളജി വരുന്ന സമയത്ത് പണ്ട് കാലത്ത് റിച്ചായ ആളുകൾക്ക് മാത്രമേ അത് അഫോർഡബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. റിച്ച് ആണോ, പേ ചെയ്യാൻ പറ്റുമോ, യു ക്യാൻ യൂസ് ഇറ്റ്, അതുപോലെയായിരുന്നു. ഇപ്പോൾ ഇൻ്റർനെറ്റ് വരുന്ന സമയത്ത് വളരെ ഫ്യൂ KBPS ആയിരുന്നു സ്പീഡ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് MBPS ഉപയോഗിക്കണമെങ്കിൽ യു ഹാവ് ടു പേ മോർ. ഇപ്പോൾ MBPSും GBPSും നമുക്ക് ഈസിലി ആക്സസിബിൾ ആണ്. അതുപോലെ ഡാറ്റ കണ്ടൻറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസുമായിട്ട് നമുക്ക് ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ കോളേജിൽ നിന്ന് നമുക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾക്ക് ജോബ് മാർക്കറ്റിൽ എന്താണോ അല്ലെങ്കിൽ ജോബ് റിക്വയർമെൻറ്റ് എന്താണോ അത് ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റണം, അല്ലെങ്കിൽ അവിടെ പഠിപ്പിക്കണം എന്നുണ്ടാവില്ല. ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോഴും നമ്മൾ ഡീസൽ എഞ്ചിനായിരിക്കും പഠിപ്പിക്കുന്നത്. ഇപ്പം ഇലക്ട്രിക്കൽ എഞ്ചിനായിട്ട് EV സിസ്റ്റംസ് ആയിട്ട് മാറിയില്ലേ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോണിക്സിലാണെങ്കിൽ, സോഫ്റ്റ്വെയർസിലാണെങ്കിൽ AI അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മോസ്ഫെറ്റിൻ്റെ 2 നാനോമീറ്ററും 3 നാനോമീറ്ററും ടെക്നോളജി ആവില്ല പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് BJTs ആയിരിക്കും പഠിപ്പിക്കുന്നത്, പഴയ ടെക്നോളജി ആയിരിക്കും പഠിക്കുന്നത്. പക്ഷേ വി ഹാവ് ടു ബ്രിഡ്ജ് ദിസ് ഗ്യാപ്പ്, വി ഹാവ് ഓപ്പർച്യൂണിറ്റി. നമ്മളിപ്പോൾ ഒരു കാര്യം കോളേജിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ അന്ന് വീട്ടിൽ പോയിട്ട് അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് തിങ്കിങ് യു ക്യാൻ യൂസ് ChatGPT ഓർ Gemini ഓർ യൂട്യൂബ് ഓർ ഗൂഗിൾ. നിങ്ങളുടെ സോഴ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ലേൺ ചെയ്യുക, അങ്ങനെ സ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഗോയിങ് ഫോർവേഡ് നമുക്കൊരു നോർമൽ ജോലി വോണ്ട് ബി അവൈലബിൾ. നിങ്ങൾ ആ ഒരു ഫീൽഡിൽ അടിപൊളിയാണോ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇൻട്രസ്റ്റ് അതിൽ ടോപ്പ് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അസ്സലാമലൈക്കും. എൻ്റെ പേര് റബിയത്ത്, കോഴിക്കോട് NIT പഠിക്കുന്നു. BTech കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രി 1 മുതൽ 5 വരെ പറഞ്ഞല്ലോ. അപ്പോൾ കാൽക്കുലേറ്റർ മുതൽ ഇപ്പോൾ ഏജൻറ്റിക് AI വരെ പറയുമ്പോഴും നമ്മുടെ അവിടെ AI ഒരു ഹ്യൂമൻ ഇൻ ലൂപ്പായിട്ടാണ് പറയണത്. എപ്പോഴും ഹ്യൂമൻ ഇൻവോൾവ്ഡ് ഒരു ലൂപ്പാണ്. പക്ഷെ എന്തുകൊണ്ടൊരു AI മാത്രമുള്ളൊരു ലൂപ്പായിട്ട് നമ്മളിപ്പോഴും അതിനെ എവിടെ പറയുമ്പോഴും അതൊരു പേടിയുള്ള കാര്യമായിട്ട്, അത് എന്തോ വലിയൊരു അപകടമാണെന്നുള്ള നിലക്ക് എപ്പോഴും എല്ലായിടത്തും അവതരിപ്പിക്കപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. നമുക്ക് ഇതുവരെ ഇപ്പോൾ AI വന്നിട്ടും ഉപകാരങ്ങൾ, അതിൻ്റെ AI കൊണ്ടുള്ള പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ ഉപകാരങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ട് ആ ഒരു ഇതിനെ വളരെയധികം അപകടകരമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്നുള്ളത്, നമ്മൾ പറഞ്ഞല്ലോ എത്തിക്സ് വേണം, ഇൻഡസ്ട്രി 5 ആണെങ്കിലും ഒരു എത്തിക്കൽ ബേസ്ഡ് ആണ് എന്ന്. ആരാണ് ഈ എത്തിക്സ് ഡിസൈഡ് ചെയ്യുന്നത്? ഈ ഹ്യൂമാനിറ്റേറിയൻ എത്തിക്സ് എന്ന് പറഞ്ഞാൽ, എത്തിക്സ് എന്നുള്ളത് ഇപ്പോൾ ഒരു ഓരോരുത്തരും മെൻ്റലിയുള്ള ഡിസിഷൻസ് അല്ലേ. അപ്പോൾ ഈ ജനറൽ, അതായത് മൊത്തം മനുഷ്യരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന എത്തിക്സ്, അങ്ങനെ ഒരു എത്തിക്സ് ഉണ്ടെങ്കിൽ ആ എത്തിക്സ് ആരാ ഡിസൈഡ് ചെയ്യുന്നത്? ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ മെയിൻ ആൻസറിൻ്റെ റീസൺ ആണ് സെക്കൻഡ്. എത്തിക്സ് തന്നെയാണ് ഫസ്റ്റ്. എല്ലാം AI വിട്ടു കഴിഞ്ഞാൽ മേ ബി നമ്മുടെ എത്തിക്സ് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. അവർക്ക് ഹ്യൂമൻ ഫീലിങ്സ് എന്താണെന്നുള്ളത് ഫീൽ ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമുക്ക് ഈ കണ്ടൻറ്റ് ദിസ് ഇസ് നോട്ട്, നമുക്കറിയാം ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇത് പോസ്റ്റ് ചെയ്യരുത്, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് നമുക്കറിയാം. ആ ഒരു ഇൻ്റലിജൻസ് മെഷീൻസിനില്ല. അപ്പോൾ എല്ലാം നമ്മൾ AI വിട്ടുകൊടുത്താൽ, നമ്മളിതിൻ്റെ എത്തിക്സ് സൈഡ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചർ സൈഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ എത്തിക്സ് നമ്മൾ ആരാണ് ഡിസൈൻ ചെയ്യണമെന്നുള്ളത്, അതിൽ ഒരുപാട് ഡിബേറ്റബിൾ ആണ് ആ ടോപ്പിക്ക്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു AI മോഡൽസ് നമുക്ക് ഇപ്പോൾ നമ്മൾ പറയും, പണ്ടൊക്കെ പറയായിരുന്നു ഞാൻ ഗൂഗിളിനോട് ചോദിച്ചു, ഗൂഗിൾ എനിക്ക് ആൻസർ ഒന്ന് ഇതാണ് എന്നുള്ളത്. ഗൂഗിൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ വാട്ട് ഡാറ്റ ഈസ് ഫെഡ് ഇൻ ടു ദാറ്റ്. ഗൂഗിൾ പറഞ്ഞാൽ ഒരു ദൈവമൊന്നുമല്ലല്ലോ, എല്ലാം പറഞ്ഞു തരാൻ പറ്റിയാൽ. എന്താണ് ഡാറ്റ, അതിനെ പഠിച്ചു അതാണ് പറഞ്ഞത്. സെയിം തിങ് ChatGPT-നോട് പറഞ്ഞാൽ ChatGPT പറയുന്നതാണ് റൈറ്റ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ChatGPT എന്ത് ഡാറ്റ വെച്ചിട്ടാണോ ട്രെയിൻ ചെയ്തത് അത് ബേസ് ചെയ്തിട്ടായിരിക്കും ChatGPT ആൻസർ തരുന്നത്. സോ ദർ ഈസ് എ ചാൻസ് ഓഫ് ബയാസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ചൈന ഇന്ത്യ കോൺഫ്ലിക്റ്റിനെ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞോ. നമുക്ക് ഡീപ് സീക്ക് വന്ന സമയത്ത് ഡീപ് സീക്ക് കൂടുതലും ലേൺ ചെയ്തിരിക്കുന്നത് ചൈന ബേസ്ഡ് ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടാണ്, ഡാറ്റ വെച്ചിട്ടാണ്.
ആ സമയത്ത് നമ്മൾ അരുണാചൽ പ്രദേശിൻ്റെ ബോർഡറിനെ കുറിച്ച് ചോദിച്ചാൽ അവർ ചൈനയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് DeepSeek ആൻസർ പറയുള്ളൂ. വി കാൺ ട്രസ്റ്റ് ദാറ്റ്. അപ്പോൾ ഈ ഒരു ബയാസ് അവിടെയുണ്ട്. അപ്പോൾ ഈ ബയാസ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ ഇഷ്യൂവിനെ കുറിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ഡാറ്റ ഏതാണുള്ളത്, അല്ലെങ്കിൽ ഈ ഇപ്പോൾ ChatGPT ആണെങ്കിൽ ChatGPTയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും വാട്ട് കൈൻഡ് ഓഫ് ഡാറ്റ ഇറ്റ് നീഡ്സ് ടു ബി ട്രെയിൻ വിത്ത്. നമ്മളൊരു മോഡലാണ്, നമുക്കത് ട്രെയിൻ ചെയ്യാം, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്പോൾ ഇവിടെ ഒരു ബയാസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബയാസ് വരാത്ത രൂപത്തിലുള്ള ഒരു AI ആണ് മുന്നോട്ട് വേണ്ടത്. അതാണ് നേരത്തെ പറഞ്ഞ എയുടെ എത്തിക്സ് എന്ന് പറയുന്നത്. ബയാസ് ഉണ്ടാവാൻ തന്നെ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്ന ആളുകൾക്കും കുറച്ച് ആൾക്കാർക്ക്, പ്രിവിലേജ്ഡ് ആൾക്കാർക്ക് മാത്രം കിട്ടുക, മറ്റുള്ളവർക്ക് കിട്ടരുത്, അല്ലെങ്കിൽ അവർ പറയുന്ന ഡാറ്റ മാത്രം അത് ആൻസർ ചെയ്യുക എന്നുള്ള രൂപത്തിലൊരു ഇത് വരരുത്. അപ്പോൾ നമുക്കിതിന് റെഗുലേറ്റർ അതോറിറ്റീസ് വരാം. ഇപ്പോൾ ഇന്ത്യയിലാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിന് റെഗുലേറ്റ് ചെയ്യാം, ഇന്ന കാര്യങ്ങൾ ചെയ്യാം, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്. അപ്പോൾ മനുഷ്യൻ എങ്ങനെയാണോ അവർ റൂൾ ബേസ് ചെയ്തിട്ടുള്ളത്, അതായത് നമുക്ക് ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യരുത് എന്നുള്ള റൂൾ ഉണ്ടല്ലോ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലീഗലാണെന്ന് പറയാം. അതുപോലെ AIക്ക് ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പ്രൊഡക്ട്സ് AI ചെയ്യരുത് എന്നുള്ള രൂപത്തിലുള്ള ഒരു ഗൈഡ് ലൈൻസ് അവർക്ക് ഇറക്കാം. അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഈ ബയാസ്. അപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ ഫിഖിൻ്റെ കാര്യങ്ങളിലൊക്കെ, ഇപ്പം നമ്മൾ ഇസ്ലാമിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇൻ്റർനെറ്റിൽ എന്ത് ഡാറ്റയാണ് അവൈലബിൾ? ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളിൽ നമ്മൾ പല ഗ്രൂപ്പുകളുണ്ട്, പല തരത്തിലാണ് നമ്മൾ വിശ്വാസങ്ങളൊക്കെ. അപ്പോൾ ആ സമയത്ത് ഇൻ്റർനെറ്റിൽ എന്ത് ഡാറ്റ ആണോ അത് ബേസ് ചെയ്തിട്ടാണ് ChatGPT ആൻസർ ചെയ്യുക. അപ്പം നമ്മളൊരു പുസ്തകം എഴുതുന്ന ആളുകളാണെങ്കിലും നമ്മളെ റിസർച്ച് ചെയ്യുകയാണെങ്കിലും ലെറ്റ് ഇറ്റ് അവൈലബിൾ ഓൺ ഇൻ്റർനെറ്റ് ഓൾസോ. ഇപ്പോൾ കിതാബിൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ അങ്ങനെയാണെങ്കിൽ ഇത്രയും മോഡൽസിന് ഇത്രയും ഡാറ്റയും കൂടെ അവൈലബിൾ ആയിട്ട് ഏത് സൈഡിലാണ് സ്ട്രോങ്ങർ ഒപ്പീനിയൻ ഉള്ളത് അതാണ് ആൻസർ ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഹാൻഡ് റിട്ടേൺ ആയിട്ട് എഴുതുകയാണെങ്കിലും അതൊരു ഇൻ്റർനെറ്റ് കോപ്പി അല്ലെങ്കിൽ ഡിജിറ്റൽ കോപ്പിയും കൂടെ അവൈലബിലിറ്റി ആക്കുക എന്നുള്ളത് ഇസ്ലാമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണ്. കാരണം ഗോയിങ് ഫോർവേഡ് ആളുകൾ ലേൺ ചെയ്യാൻ ഇതായിരിക്കും ഉപയോഗിക്കുക. ChatGPT എന്താണോ പറയുന്നത് അതായിരിക്കും ആൾക്കാർ വിശ്വസിക്കുക. ഉസ്താദുമാർ പറയുന്നതോ അല്ലെങ്കിൽ കിതാബിലുള്ളതോ ആവില്ല ചിലപ്പോൾ, മേ ബി കുറച്ച് കാലം കഴിഞ്ഞ ആളുകൾ, ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഈസിലി ആക്സസിബിൾ ആൻഡ് പീപ്പിൾ ട്രസ്റ്റ് ഓൾസോ. അസ്സലാമലൈക്കും, ഫായിസ് ആണ്, BSc ഫ്രം മാംഗ്ലൂർ. ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ ഇത് AI നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ദാറ്റ് വാട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൽ ഫെച്ചായ കാര്യങ്ങൾ മാത്രമേ AI നമുക്ക് പഠിപ്പിച്ചു തരുള്ളൂ. ഇപ്പോൾ അടുത്ത് വരുന്ന ഡിക്കേഡുകളിൽ സൂപ്പർ ഇൻ്റലിജൻസ് എന്ന സാധനം തീർച്ചയായിട്ടും വരും. ഫോർ എക്സാമ്പിൾ, ഇനി വരുന്ന ഇന്നോവേറ്റീവ് ഐഡിയാസ് തീർച്ചയായിട്ടും നമുക്ക് പഠിപ്പിച്ചു തരും. അതെന്താ സംഭവം? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ സിസ്റ്ററിന് ഞാൻ ഇൻസ്പയർ അവാർഡ് എൻറോൾ ചെയ്തിരുന്നു. അതിൽ ഞാൻ തന്നെ ChatGPTയിൽ എടുത്തു കൊടുത്ത ഒരു ഐഡിയ ആണ് മാർസ് എന്ന പ്ലാനറ്റിൽ മാർസിൽ കൃഷി ചെയ്യാനുള്ള ഒരു ഇന്നോവേറ്റീവ് ഐഡിയ. അതെന്താ സംഭവം? ഞാൻ ഇടയ്ക്കുള്ള ക്വസ്റ്റ്യൻ കേട്ടില്ല, അതിന് മുന്നത്തെ വേർഡ് കേട്ടില്ല, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? ക്വസ്റ്റ്യൻ ലാസ്റ്റ് പാർട്ടല്ല, മിഡിൽ പാർട്ട് ഞാൻ കേട്ടില്ല. ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? അതെ, ഇപ്പോൾ സാറ് പറഞ്ഞു എന്താണ് ഇന്റർനെറ്റിൽ ഫെച്ച് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻസ് ഓൾറെഡി കണ്ടുപിടിച്ച കാര്യങ്ങൾ നമുക്ക് തിരിച്ച് ഔട്ട്പുട്ടായിട്ട് തരുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ChatGPT അല്ലെങ്കിൽ Gemini AIയിൽ ഒരു പ്രോംപ്റ്റ് കൊടുത്തു. എന്താണ്, ഇപ്പോൾ ഞാനൊരു പ്ലാനിലാണ് അല്ലെങ്കിൽ ഞാനൊരു പ്രോജക്റ്റിലാണ്, എനിക്കൊരു സക്സസ്ഫുൾ 100% സക്സസ് റേറ്റുള്ള ഒരു ഇന്നോവേറ്റീവ് ഐഡിയ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ഒരു പ്രോജക്റ്റ് വേണം. അപ്പോൾ ChatGPT തീർച്ചയായിട്ടും എനിക്ക് ഒരു ഔട്ട്പുട്ട് തരുമല്ലോ. അതെന്താണ്? ഓക്കെ, ഇതൊരു ബുക്ക് വായിച്ചിട്ട് ബുക്കിലെ ലൈൻ എടുത്ത് തരികയല്ല. ഗൂഗിൾ വാസ് ഡൂയിങ് ദാറ്റ്. ഗൂഗിളിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ കറക്റ്റ് എക്സാക്ട് നമ്മൾ ചോദിച്ചത് എവിടെയെങ്കിലും ഉണ്ടോ അത് നേരെ എടുത്ത് വരും. ഹൂ ഇസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ ഗൂഗിൾ ആൻസർ തരും, ബിക്കോസ് ദാറ്റ് വേർഡ് അതുപോലെ ഉണ്ട്. പക്ഷേ അതിലില്ലാത്തത് ഗൂഗിളിൻ്റെ അടുത്ത് ചോദിച്ചാലോ, ഗൂഗിൾ കുറേ ഡോക്യുമെൻറ്റ്സാണ് നമുക്ക് തരാം. പക്ഷേ ChatGPT ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കുറേ ബുക്കുകൾ വായിച്ചു, 10 ബുക്കുകൾ വായിച്ചു. പക്ഷേ ആ ബുക്കിൻ്റെ പുറത്തുള്ള കാര്യം ചോദിച്ചാലും അതിലെ ഡോട്ട്സ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂലേ? ഇപ്പോൾ 10 കുറേ ഇന്നോവേറ്റീവ് ഐഡിയാസ് തരുന്ന കുറേ ബുക്കുകൾ നമ്മൾ വായിച്ചു എന്ന് ചോദിച്ചോ, ഇനി അതിലില്ലാത്തൊരു ഇന്നോവേറ്റീവ് ഐഡിയ നമുക്ക് തിങ്ക് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. സെയിം തിങ്കിങ് പ്രോസസ് ക്യാൻ ബി ഡൺ ഇൻ AI.
നമ്മളെ മനുഷ്യൻസ് നമ്മുടെ ന്യൂറോൺസ് വെച്ചിട്ട് എങ്ങനെയാണ് ഡോട്ട്സ് കണക്ട് ചെയ്തിട്ട് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്, അതേ ഒരു പ്രോസസ്സിൽ ഇവിടെ കൺവെൻഷൻ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയും. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ ChatGPT ഒക്കെ പറയുന്ന ന്യൂറൽ നെറ്റ്വർക്ക്സ്, ഡീപ്പ് ലേണിംഗ് ഒക്കെ പറയും. അത് ന്യൂറൽ നെറ്റ്വർക്ക്സ് പോലെ കുറേ ഡോട്ട്സ് ഇതിന് കിട്ടിയ ഇൻഫർമേഷൻസ് കമ്പൈൻ ചെയ്തിട്ട് വളരെ ബേസിക് ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു 1 lakh ക്യാറ്റിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് ഇത് ക്യാറ്റാണ് എന്ന് പറഞ്ഞ് ChatGPT പഠിപ്പിച്ചാൽ ആ 1 lakh ഇല്ലാത്തൊരു ക്യാറ്റിൻ്റെ ഫോട്ടോ കൊടുത്താലും ഇറ്റ് ക്യാൻ ഈസിലി സേ ദിസ് ഈസ് എ ക്യാറ്റ്. ബൈ ബിക്കോസ് ഇറ്റ് നോസ് ദ പാറ്റേൺ. അത് ലേൺ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ അത് ലേൺ ചെയ്തിട്ട് അവിടെയാണ് പിന്നെ ജനറേറ്റീവ് AI വരുന്നത്. ഈ ബേസ് ചെയ്ത ലേണിങ്സ് വെച്ചിട്ട് പുതിയ കാര്യങ്ങൾ പറഞ്ഞു. അതാണ് അതിലില്ലാത്ത ഇന്നോവേറ്റീവ് ഐഡിയ പറഞ്ഞു തരുന്നത്. നോട്ട് പ്യുവർലി ബേസ്ഡ് ഓൺ വാട്ട് ഈസ് ദി റിട്ടൺ ഇൻ ദ ഇൻ്റർനെറ്റ്. അത് വെച്ചിട്ട് പുതിയത് തരുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ജനറേറ്റീവ് AI. ദാറ്റ്സ് ഹൗ ജനറേറ്റീവ് AI വർക്ക്സ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് റംസ്. ഞാൻ BTech CET ഇലക്ട്രിക്കൽ ഫൈനൽ ഇയർ ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം പ്രൊഫസർ മീറ്റിൽ നിന്നപ്പോൾ ഞാൻ സാറോട് ചോദിച്ചിനി, സാർ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിലല്ലോ, അപ്പോൾ ഈ SOC VLSI ആ ഫീൽഡ്, അപ്പം ആ രീതിയിൽ കരിയർ ഉണ്ടാക്കാൻ ഇസ് BTech ഇനഫ് ഓർ ഹയർ സ്റ്റഡീസിന് പോകണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞത് ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഫോർ ഹയർ സ്റ്റഡീസ്. കാരണം ഈ ഒരു ഫീൽഡ്, അതായത് VLSI എംബഡഡ് എന്ന ഫീൽഡിൽ MTech കൂടി എടുത്താലാണ് കുറച്ചുകൂടി എക്സ്പ്ലോർഡ് ആവുള്ള ഒരു കാര്യം. അപ്പം ആസ് എ പാർട്ട് ഓഫ് ലൈക്ക് ത്രൂ ഔട്ട് ഞാൻ കഴിഞ്ഞ ഒരു വർഷം ഏകദേശം അതിൻ്റെ കുറേ റിസർച്ചും കാര്യങ്ങളൊക്കെ നോക്കി, അതുപോലെ ഗേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. അപ്പം റീസെൻ്റ്ലി നമ്മളെ ചില അലൂമിനീസ് അല്ലെങ്കിൽ പ്രൊഫസേഴ്സൊക്കെ ലൈക്ക് IITസിലൊക്കെ ഡയറക്റ്റ് PhD പ്രോഗ്രാംസിനെ കുറിച്ച് പറഞ്ഞാണ്. അപ്പം എനിക്കുള്ള ഡൗട്ട് വെച്ചാൽ ജസ്റ്റ് ആഫ്റ്റർ ദ BTech ഡയറക്റ്റ്ലി PhDക്ക് പോകണോ ഓർ ജസ്റ്റ് MTech ത്രൂ പോകണോ? കുറച്ച് ഒരു ഇൻഡസ്ട്രി റിസർച്ച് ആണോ താല്പര്യം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനാണോ താല്പര്യം? ഇൻഡസ്ട്രിയിലാണ് താല്പര്യം. ബട്ട് ലൈക്ക് ഗിവൺ ദാറ്റ് ഇപ്പം 5 years കൊണ്ട് ലൈക്ക് ഡയറക്റ്റ് PhD ആണ്, അതൊരു ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ടാണല്ലോ അവർ കൺസിഡർ ചെയ്യുക. ലെറ്റ് മീ കം ടു ദാറ്റ്. ഞാൻ പറയാം, BTechക്കാർ ഇപ്പോൾ ഇന്ത്യൻ്റെ കേസ് പറയുകയാണെങ്കിൽ BTechക്കാർ ജോബിന് കയറുകയാണെങ്കിൽ grade 3 കയറുക, MTechക്കാർ ജോബിന് കയറുകയാണെങ്കിൽ grade 5 കയറുക, PhDക്കാർ ജോബിന് കയറുകയാണെങ്കിൽ grade 7 കയറുക. അത് ഇതിൽ സാലറി ഡിഫറൻസ് ഉണ്ടാവും, അവർക്ക് ഹയർ പോസ്റ്റാണ് കിട്ടും. അപ്പോൾ ഒരു PhDക്കാരൻ നേരെ വന്നിട്ട്, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് 2019 എൻ്റെ കൂടെ വർക്ക് ചെയ്ത് ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടി US പോയിട്ട് PhD കഴിഞ്ഞിട്ട് ഇപ്പം ഇന്ത്യയിൽ വന്ന് തിരിച്ച് ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ അവളെ ഒരു 2 months മുന്നേ കണ്ടു. അപ്പോൾ അവൾ നേരെ ജോയിൻ ചെയ്യുന്ന ആർക്കിടെക്റ്റ് റോളിലാണ്, ഞാൻ നേരെ ജോയിൻ ചെയ്ത് ഡിസൈൻ റോളിലാണ്. അപ്പോൾ അവർ നേരെ grade 7 റോൾ ചെയ്യുക. അപ്പോൾ ഈ PhD ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്കായിരിക്കും കിട്ടുക. പക്ഷേ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ MTech എടുത്താൽ മതി. ഇമ്മീഡിയറ്റ് വേണ്ട, ഒരു 5-6 years കഴിഞ്ഞിട്ട് എനിക്കൊരു ജോബ് മതി, അല്ലെങ്കിൽ കുറച്ചൊരു ഹയർ പൊസിഷനിൽ കയറാം. പക്ഷേ MTech കാരണം grade 7 എത്താം വിത്തിൻ 5 years. അപ്പോൾ നിങ്ങൾ PhD ചെയ്താലും നിങ്ങൾക്ക് ഡയറക്റ്റ് grade 7 എത്താം. പക്ഷേ MTech കാരണം ഒരു ഫ്യൂ ഇയേഴ്സ് എക്സ്പീരിയൻസ് കൊണ്ട് ആ ലെവലിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ പോകണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ല, നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് പോകണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ യുവർ ഇൻട്രസ്റ്റ്. എന്താണോ താല്പര്യം എന്ന്. എൻ്റെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടോ? പിന്നെ ഇൻ കേസ് നമ്മളിപ്പം ആഫ്റ്റർ സം ടൈം നമ്മൾ പ്ലാൻസ് മാറി നമ്മളിപ്പം ഒരു ടീച്ചിങ് കരിയർ പെർസ്യൂ ചെയ്യാൻ വിചാരിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സാഹചര്യത്തിൽ വെച്ചിട്ട് ഇപ്പം പല സ്ഥലത്ത് നമ്മൾ ക്വാളിഫിക്കേഷൻ കാണുമ്പോൾ MTech അവർ ലൈക്ക് അത് എഴുതിയിട്ടുണ്ടാവും. പക്ഷേ PhD ഉണ്ടെങ്കിൽ അത് മതിയോ എന്നുള്ളൊരു കാര്യം കൂടി ചോദിക്കാൻ. PhD ആണെങ്കിൽ നിങ്ങൾക്ക് ഹയർ പൊസിഷൻസ് കിട്ടും. ഇപ്പോൾ പെട്ടെന്ന് കൺവേർഷൻസ് ഒക്കെ പെട്ടെന്ന് നടക്കും. ഇപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ടു അസോസിയേറ്റ് ടു പ്രൊഫസർ എന്നുള്ള കൺവേർഷൻസ് പലതിൻ്റെയും MTech ആയിരിക്കും. പക്ഷേ നിങ്ങളിപ്പോൾ IITകളിലോ NITകളിലൊക്കെ പ്രൊഫസറുകളായിട്ട് കയറണമെന്നുണ്ടെങ്കിൽ മേ ബി PhD മാൻഡേറ്ററി ആയിരിക്കും. അല്ല, ഇപ്പം ഞാൻ പറഞ്ഞത് BTech കഴിഞ്ഞ് ഡയറക്റ്റ്ലി PhD പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഇല്ല അങ്ങനെയൊന്നുമില്ല. അതൊരു പ്രശ്നമില്ല. പിന്നെ ഐ ക്യാൻ ഗ്യാരണ്ടി യു ദാറ്റ് സിൻസ് യു ആർ ഫ്രം ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട്, IITകളിൽ പോയിട്ട് MTech ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ ഗ്യാരണ്ടി യു ദാറ്റ് 100% പ്ലേസ്മെൻറ്റ്. ദാറ്റ് ഈസ് ഇൻ MNCs ലൈക്ക് NVIDIA, Intel, Qualcomm, AMD. ബിക്കോസ് 2019 എൻ്റെ പ്ലേസ്മെൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാൻ Day 1 Intel ആൻഡ് Qualcomm ബോത്ത് പ്ലേസ്ഡ് ആയ ആളാണ്. എനിക്ക് Day 2 NVIDIA, AMD കമ്പനീസ് ഇൻ്റർവ്യൂവിന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ Day 1 പ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ Day 2 നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ദാറ്റ്സ് IIT കൾച്ചർ.
അങ്ങനെയാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് പ്ലേസ്മെൻറ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഇൻറ്റൽ വാസ് ഡൂയിങ് ഗ്രേറ്റ് ദാൻ എൻവിഡിയ. ഇപ്പോൾ ഇന്ന് എൻവിഡിയ ലോകത്തിലെ ഏറ്റവും വാല്യുവേഷൻ ഉള്ള കമ്പനിയാണ്. അത് ChatGPT വന്നുകൊണ്ടാണ്, GPU അവർ കൊണ്ടുവന്നുകൊണ്ടാണ്. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു എൻവിഡിയ എത്രയും ഗ്രേറ്റ് ആവുന്നത്. 2019 to 2025 എടുക്കുകയാണെങ്കിൽ എൻവിഡിയയുടെ സ്റ്റോക്ക് പ്രൈസ് 40x ആണ് മാറി, 40 ഇരട്ടിയായി. അന്ന് ഞാൻ ജോയിൻ ചെയ്ത് കാരണം അവർ എനിക്ക് തരുന്ന എത്രയാണോ ഷെയർസ്, ആ ഷെയർസ് മാത്രം 40 ഇരട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. ഇൻ്റലിൽ കാര്യമായിട്ട് ചേഞ്ച് ഇല്ല, പക്ഷെ കുറഞ്ഞിക്കാണ് ചെയ്തിരിക്കുന്നത് എയുടെ ബൂം കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇവരെല്ലാവരും IIT പോയിട്ട് M.Tech ആണ് എടുക്കുന്നത്. എസ്പെഷ്യലി ഇലക്ട്രോണിക്സുകാരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് B.Tech ഞാൻ കേരളത്തിൽ കണ്ട ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ IT ഇൻഡസ്ട്രിയിൽ ജോബ് കിട്ടും. എന്നിട്ട് പക്ഷേ ഒരു ബേസിക് നമ്മൾ എൻട്രി ലെവൽ എന്ന് പറയുന്ന സാലറി കുറവായിരിക്കും. മേ ബി നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല IT വർക്ക് ചെയ്യാൻ. സർവീസ് ബേസ്ഡ് കമ്പനീസ് ആയിരിക്കും. ഇഫ് യു ഗോ ഫോർ M.Tech in IITs, എസ്പെഷ്യലി ഇലക്ട്രോണിക്സുകാർക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. കാരണം M.Techകാർക്ക് ആയിരിക്കും ഇത്രയും കമ്പനീസ് B.Techക്കാരേക്കാളും പ്രിഫറൻസ് കൊടുക്കാം. കാരണം IITകളിൽ എത്തിക്കഴിഞ്ഞാൽ JEE അഡ്വാൻസ് ചെയ്ത് ക്വാളിഫൈ ചെയ്ത് വരുന്നവർക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. അത് എസ്പെഷ്യലി സോഫ്റ്റ്വെയർ കമ്പനീസ് കൊടുക്കും. പക്ഷേ ഇലക്ട്രോണിക്സ് VLSI സെമി കണ്ടക്ടർ കമ്പനീസ് വരുന്ന സമയത്ത് അവർ M.Techക്കാർക്കാണ് ആ ഒരു ഇത് കൊടുക്കുക. കാരണം അവർക്ക് കൂടുതൽ നോളജ് അറിയാമെന്നുള്ളത്. അപ്പോൾ അത്രയും ഈസിക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്ലേസ്മെൻറ്റ്സ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടമാവില്ല. കാരണം 4-5 ഒക്കെ ആവറേജ് പാക്കേജ് വരിക, അത് എടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു 4x പാക്കേജ് നിങ്ങൾക്ക് 2 വർഷം സ്പെൻഡ് ചെയ്താൽ കിട്ടും. നിങ്ങൾ ആ ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞ 4x എന്ന് പറയുമ്പോൾ 20 or 25 LP ഒക്കെ എത്തണം എന്നുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രി നിങ്ങളൊരു 5 years മിനിമം വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ 2 years കൊണ്ട് നേരെ അവിടേക്ക് നിങ്ങൾക്ക് ജമ്പ് കിട്ടും. അപ്പോൾ ഒരു നല്ലൊരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനീസിൽ നിങ്ങൾക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. എനി മോർ ക്വസ്റ്റ്യൻസ്? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഹലോ സാർ, എൻ്റെ പേര് അമീർ എന്നാണ്. ഞാൻ ആക്ച്വലി BSc സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ്. പ്രൊഫസർ സബ്മിറ്റിൽ ആക്ച്വലി BSc സൈക്കോളജി ഇൻക്ലൂഡഡ് അല്ല, എങ്കിലും ഇൻട്രസ്റ്റ് കൊണ്ട് വന്നതാണ് സാറിൻ്റെ ഒരു സെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് കാലമായിട്ട് ഇങ്ങനത്തെ സെഷൻസിൽ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു ചോദ്യമാണ്. ആക്ച്വലി നമ്മൾ AI ടെക്നോളജിയെ പറ്റി എല്ലായിടത്തും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ സെഗ്മെൻറ്റിനെ പറ്റി നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. ആക്ച്വലി നമ്മളാരും ശ്രദ്ധിക്കാത്ത അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു സംഭവമാണ് മെൻ്റൽ ഹെൽത്തിലേക്ക് റിലേറ്റഡ് ആയിട്ട് AI പറ്റി പരിചയപ്പെടുത്തുന്ന സംഭവം. ആക്ച്വലി ഞാൻ ChatGPT ഒരുപാട് കാലം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചില സമയത്തൊക്കെ നമ്മൾ തന്നെ ട്രൈ ചെയ്ത് നോക്കും. ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും AI പ്രോംപ്റ്റ് ഇങ്ങോട്ട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാന്നുള്ളത്. ആക്ച്വലി ഇമോഷണലി കണക്ട് ചെയ്യാത്തൊരു സംഭവമാണ് എന്താണ് ഈ AI ആയിട്ടുള്ളത്. അതിൽ ഈ AI പലപ്പോഴും നമ്മളോട് പറയാം എന്താ വി വിൽ കണക്ട് ആസ് ദ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഹെൽപ്പ് ലൈൻ നമ്പറോ അല്ലെങ്കിൽ കോൺടാക്ട് ദ നിയർ ബൈ സൈക്കോളജിസ്റ്റോ അങ്ങനെയൊക്കെയാണ് തരാറ്. അങ്ങനെ ഈ അടുത്ത് ഞാൻ ഒന്നുകൂടി പരീക്ഷിച്ചിട്ട് ഏതെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാനൊരു വട്ടം അവസാനമായിട്ട് പരീക്ഷിച്ചു. അതിൽ 2 നമ്പർ കിട്ടി. കോഴിക്കോട് ജില്ലയിലെ 24/7 എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ 2 നമ്പറിലേക്കും ഞാൻ രാത്രി ഒരു 20-25 ടൈം ട്രൈ ചെയ്തു. കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആക്ച്വലി ഞാൻ എൻ്റെ ഒരു ടെസ്റ്റ് മുഖാന്തരം ഞാനൊരു പരീക്ഷണാർത്ഥം ചെയ്തതാണ്. ആക്ച്വലി ഇങ്ങനത്തെ ഒരു സംഭവം വരുന്ന സമയത്ത് എന്തുകൊണ്ട് ആളുകൾ നമ്മളെ എല്ലാ കരിയർ പാത്തിനെ പറ്റിയും ഡിസ്കസ് ചെയ്യുമ്പോൾ മെൻ്റൽ ഹെൽത്തിൽ ഇവർ ഇത്രത്തോളം ഫോക്കസ് ചെയ്യാതെ ജസ്റ്റ് ലൈക്ക് നമ്മുടെ എല്ലാ ഫീൽഡിലുള്ള ആൾക്കാരുടെ പണി പോകും, ടീച്ചിങ്ങിലുള്ള ആളുടെ പണി പോകും എന്നൊക്കെ പറയുന്ന സമയത്തും ആസ് എ സൈക്കോളജി സ്റ്റുഡൻ്റ് എന്ന നിലക്ക് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ പുതിയ ഇന്നോവേഷൻസ്, ആക്ച്വലി ഒരാളുടെ ഇമോഷണൽ കണക്ട് ബോഡി ടു ബോഡി എന്നാണ് ഞങ്ങൾ പഠിക്കുന്നത്. ആ ബോഡിയിൽ നിന്ന് ഈ AIക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് വളരെ നന്നായി. നേരത്തെ സൂചിപ്പിച്ച പോലെ AIക്ക് ലാക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സാധനം എന്ന് പറയുന്നത് എമോഷണൽ ഫീലിംഗ് ആണ്. ആ എമോഷണൽ ഫീലിംഗിൽ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് സൈക്കോളജി സ്റ്റുഡൻസും സൈക്കോളജിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കരിയറിൽ ഇപ്പോൾ ഒരു മെഷീൻസ് എത്രത്തോളം സൈക്കോളജിക്കൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, വൈ ആർ യു ഗോയിങ് ഫോർ സൂയിസൈഡ്, യു കൻ ഡു ദീസ്, യു കൻ ഡു ദാറ്റ് എന്നൊക്കെ പറയാം. പക്ഷേ ഒരു എമോഷണലി ഒരാൾ നേരിട്ട് വന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഫീൽ ഒരിക്കലും അതിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം ഒരു ഐ ടു ഐ കോൺടാക്ട് വെച്ചിട്ട് ഒരാൾ കാര്യം പറഞ്ഞാൽ എത്രത്തോളം നമ്മളെ മനസ്സിലോട്ട് ഇറങ്ങും എന്നുള്ളത്. മറ്റേ ജസ്റ്റ് ഒരു റീഡിങ് അല്ലെങ്കിൽ ഒരു അറിയാം ഇൻഫർമേഷൻ കിട്ടുക അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഫീൽഡിൽ നിങ്ങൾക്ക് ഇത്തരം വരുന്ന ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ നിങ്ങളൊരു ഡാറ്റ നിങ്ങളൊരു കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ടാക്കിയിട്ട് AIയിൽ ഇത്രയും വരുന്ന
റിക്വസ്റ്റുകൾ നിങ്ങൾക്ക് റീഡയറക്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രക്കാർക്ക് കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ചേഞ്ചസ് അവിടെ നന്നായിട്ട് വരും. ഇപ്പോൾ ഈ ആളുകളായിട്ട് സംസാരിക്കാണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന സമയത്ത് ഈ മെൻ്റൽ ഇഷ്യൂസ് ഒരുപാടുണ്ടാവും, ഒരുപാട് കാണുന്നുണ്ട്. നമുക്ക് സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ചെറിയ കുട്ടികളുടെ ഇടയിലൊക്കെ കൂടുന്നത് നമ്മൾ നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും സിറ്റുവേഷൻസിൽ ആസ് എ സൈക്കോളജി ഞാൻ ഒന്നും കൂടെ ഊന്നി പറയാം, AI cannot replace your job. സൈക്കോളജി ജോബ്സ് ഒരിക്കലും AI റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം ദേ ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ടു കോൺട്രിബ്യൂട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോട്ടൊക്കെ കൊണ്ടുവന്നിട്ട് ഇത്രയും ആളുകൾക്ക് റീഡയറക്റ്റ് നിങ്ങളിലോട്ട് എത്തിയിട്ട് നിങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ട് അവർക്ക് മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ലാസ്റ്റ് 50 മിനിറ്റ്സ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ എന്തെങ്കിലും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രൊഫഷണൽ സ്റ്റുഡൻസ് ആണ്. നെക്സ്റ്റ് 2-3 ഇയേഴ്സിൽ ഇൻഡസ്ട്രിയിൽ പോയി വർക്ക് ചെയ്യേണ്ട ആളുകളാണ്. വൺസ് യു സ്റ്റാർട്ട് യുവർ കരിയർ ഓൾസോ കീപ് ലേണിംഗ്. അതാണ് പറയാനുള്ളത്. കാരണം ഞാനിപ്പോൾ ഒരു 6.5 years ആയിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് പറയുകയാണ്, ലേ ഓഫ്സൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, പലതും കേൾക്കുന്നുണ്ട്. നിങ്ങൾ വാട്ട് എവർ ബി ദ ഇൻഡസ്ട്രി യു ആർ ഗോയിങ്, നിങ്ങൾ ജോബ് പണ്ടത്തൊക്കെ സിസ്റ്റം എന്തായിരുന്നു, ഗവൺമെൻറ് ജോബ് കിട്ടിയാലേ വാട്ട് എവർ ദ ജോബ്. ഇനി ഗവൺമെൻറ് ടീച്ചർ ജോബ് ആണെങ്കിലും ഇപ്പോഴും ആളുകൾ ലേൺ ചെയ്യണം, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ഇഷ്ടം ഉണ്ടാവില്ല. കാരണം അവർക്ക് യൂട്യൂബിലും ChatGPTയിലും ചോദിച്ച ആൻസേഴ്സ് കിട്ടും. അപ്പോൾ വി ഹാവ് ടു എവോൾവ് ആൻഡ് വി ഹാവ് ടു അഡാപ്റ്റ് ദ ന്യൂ ടൂൾസ്. പുതിയ കാര്യങ്ങൾ പഠിക്കണം. അത് ഏത് ജോബാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ കിട്ടുള്ളൂ. അപ്പോൾ പ്രൈവറ്റ് ഫേംസിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടല്ല നിങ്ങളെ സാലറി, നിങ്ങളെ ഇൻക്രിമെൻറ്റ്, നിങ്ങളെ ഗ്രോത്തും. ഇറ്റ്സ് പ്യുവർലി ബേസ്ഡ് ഓൺ വാട്ട് യു കോൺട്രിബ്യൂട്ട്, ഹൗ യു വർക്ക് ആസ് എ ടീം എന്നുള്ള കാര്യങ്ങളെ വെച്ചിട്ടാണ്. അപ്പം നമുക്കൊക്കെ ഒരു ധാരണ ഉണ്ടാവും, പ്ലേസ്മെൻറ്റ് കിട്ടിയ സുഖമായി, ഇനി നല്ല സുഖമായി ഇങ്ങനെ പോയി ചെയ്തു പോവാം, അങ്ങനെ പോവാം, നിങ്ങൾക്ക് എന്നുള്ള സാലറി അത് ഉണ്ടാവുള്ളൂ, ഒരു ഹൈക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതേസമയം നിങ്ങളെ സൈഡിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ പഠിക്കുന്നത് എന്താണ് അത് ഇൻഡെപ്തിൽ പഠിച്ചിട്ട് ജസ്റ്റ് ഒരു നെയിം സേക്കിന് ആ ജോബ് ചെയ്യാണ്ട് മനസ്സിലാക്കിയിട്ട്, അത് എൻട്രി ലെവൽ ജോബാണെങ്കിൽ ഹയർ ലെവൽ ജോബാണെങ്കിൽ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നിങ്ങളെ പേഴ്സണലി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും, നിങ്ങളെ നോളേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അതുപോലെ സൊസൈറ്റിക്ക് കുറേ കാര്യങ്ങൾ ഗീവ് ബാക്ക് ചെയ്യാനും പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.